Hi all, welcome to Wings to Win Education. റീസെൻറ്റ് ഡെവലപ്മെൻറ്റ്സ് ഇൻ ഡിമാൻഡ് അനാലിസിസ്. ഡിമാൻഡ് അനാലിസിസിൻ്റെ റീസെൻറ്റ് ഡെവലപ്മെൻറ്റിനെ കുറിച്ചാണ് നമ്മൾ മെയിനായിട്ടും ഇതിൽ പറയുന്നത്. ഏതൊക്കെയാണ് റീസെൻറ്റ് ഡെവലപ്മെൻറ്റ്സ് എന്ന് നോക്കാം. ഫസ്റ്റ്, കോൺസ്റ്റൻറ്റ് ഇലാസ്റ്റിറ്റി ഡിമാൻഡ് ഫംഗ്ഷൻ. ദെൻ ഡിസ്ട്രിബ്യൂട്ടഡ് ലാഗ്ഡ് മോഡൽസ്. ഡിസ്ട്രിബ്യൂട്ടഡ് ലാഗ്ഡ് മോഡൽസിൻ്റെ കീഴിൽ രണ്ട് പ്രിൻസിപ്പിൾസ് വരുന്നുണ്ട്. സ്റ്റോക്ക് അഡ്ജസ്റ്റ്മെൻറ്റ് പ്രിൻസിപ്പിൾസ് ആൻഡ് ഹാബിറ്റ് ക്രിയേഷൻ ഓർ ഹാബിറ്റ് ഫോർമേഷൻ പ്രിൻസിപ്പിൾ. ദെൻ ലീനിയർ എക്സ്പെൻഡിച്ചർ സിസ്റ്റം. ഇതൊക്കെയാണ് റീസെൻറ്റ് ഡെവലപ്മെൻറ്റ്സിൻ്റെ കീഴിൽ വരുന്നത്. ദെൻ അത് കൂടാതെ പ്രൈസ് കൺസംഷൻ കർവ്, PCC, ICC ആൻഡ് ഏഞ്ചൽ കർവ്. പ്രൈസ് കൺസംഷൻ കർവ്, ഇൻകം കൺസംഷൻ കർവ് ആൻഡ് ഏഞ്ചൽ കർവ്. ഇതെല്ലാം നോർമൽ കമ്മോഡിറ്റീസിൻ്റെ കേസിലും ഇൻഫീരിയർ കമ്മോഡിറ്റീസിൻ്റെ കേസിൽ, ഗിഫ് ആൻഡ് ഗുഡിൻ്റെ കേസിൽ അതെല്ലാ കാര്യങ്ങളും, അത്തരത്തിൽ എല്ലാ കാര്യങ്ങളും ഗ്രാഫിക്കലി ആയി തന്നെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ക്ലാസ്സിലേക്ക് നോക്കാം. റീസെൻറ്റ് ഡെവലപ്മെൻറ്റ്സ് ഇൻ ദി തിയറി ഓഫ് മാർക്കറ്റ് ഡിമാൻഡ്. അതായത് മാർക്കറ്റ് ഡിമാൻഡ് തിയറിയിലെ റീസെൻ്റ് ആയിട്ടുള്ള ഡെവലപ്മെൻറ്റ്സ് എന്തൊക്കെയാണ് എന്നുള്ളതാണ്. ഇതാണ് ദ പ്രാഗ്മാറ്റിക് അപ്രോച്ച് ടു ഡിമാൻഡ് അനാലിസിസ്. പ്രാഗ്മാറ്റിക് അപ്രോച്ച് ടു ഡിമാൻഡ് അനാലിസിസ്, ഡിമാൻഡ് അനലൈസ് ചെയ്യുന്നതിനുള്ള ഒരു പ്രാഗ്മാറ്റിക് അപ്രോച്ച്. അതെന്താണ്? ഈ ഒരു മാർക്കറ്റ് ഡിമാൻഡ് തിയറിയിൽ പുതുതായിട്ട് വന്നിട്ടുള്ള ഒരു ഡെവലപ്മെൻ്റ് ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു, നമ്മുടെ കാർഡിനൽ അനാലിസിസും ഓർഡിനൽ അനാലിസിസൊക്കെ ഡിസ്കസ് ചെയ്ത സമയത്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഡിമാൻഡ് എന്ന് പറയുന്ന ഡിമാൻഡിനെ അഫക്റ്റ് ചെയ്യുന്ന ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട്. പക്ഷേ ട്രഡീഷണൽ തിയറിസ്റ്റുകൾ എന്താണ്, 4 ഫാക്ടേഴ്സ്: പ്രൈസ് ഓഫ് ദ കമ്മോഡിറ്റി, പ്രൈസ് ഓഫ് ദി റിലേറ്റഡ് കമ്മോഡിറ്റി, ഇൻകം ഓഫ് ദി കൺസ്യൂമർ ആൻഡ് ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസസ്. ഈ 4 ഫാക്ടേഴ്സ് മാത്രമേ ഡിമാൻഡിനെ അനലൈസ് ചെയ്തപ്പോൾ കൺസിഡർ ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നീട് പുതുതായിട്ട് വരുന്ന ഇക്കണോമിസ്റ്റുകൾ എന്ത് ചെയ്തിട്ടുണ്ട്, മറ്റു ഫാക്ടേഴ്സിനെയും കൂടെ അഡോപ്റ്റ് ചെയ്തിട്ട്, മറ്റു ഫാക്ടേഴ്സിനെയും കൂടെ കൺസിഡർ ചെയ്തിട്ട് മാർക്കറ്റ് ഡിമാൻഡിനെ അനലൈസ് ചെയ്തിട്ടുണ്ട്. അതാണ് റീസെൻറ്റ് ഡെവലപ്മെൻറ്റ്സ് എന്ന് പറയുന്നത്. അതായത് മറ്റു ഫാക്ടേഴ്സിനെയും കൂടെ അഡോപ്റ്റ് ചെയ്തിട്ട്, മറ്റു ഫാക്ടേഴ്സിനെയും കൂടെ കൺസിഡർ ചെയ്തിട്ട് ഡിമാൻഡിനെ അനലൈസ് ചെയ്യുകയാണ്. അങ്ങനെ പുതുതായിട്ട് വന്ന ഒരു ഡെവലപ്മെൻ്റ് ആണ് ദി പ്രാഗ്മാറ്റിക് അപ്രോച്ച് എന്ന് പറയുന്നത്. നോക്കാം, എന്താണ് പ്രാഗ്മാറ്റിക് അപ്രോച്ച്. പ്രാഗ്മാറ്റിക് അപ്രോച്ചിന് കീഴിൽ ഒരുപാട് ഡെവലപ്മെൻറ്റ്സ് വന്നിട്ടുണ്ട്. അത് ഏതൊക്കെയാണെന്നുള്ളതും ഈ പ്രാഗ്മാറ്റിക് അപ്രോച്ച് നോക്കിയിട്ട് ഏതൊക്കെയാണ് തിയറീസ് എന്നുള്ളതൊക്കെ നമുക്ക് നോക്കാം. Many writers have followed a pragmatic approach to the theory of demand. They accepted the fundamental law of demand on trust. അതായത് ഈ പ്രാഗ്മാറ്റിക് അപ്രോച്ച് ഡെവലപ്പ് ചെയ്തിട്ടുള്ള ഇക്കണോമിസ്റ്റുകൾ എന്തെന്ന് ചെയ്തിട്ടുണ്ട്, ലോ ഓഫ് ഡിമാൻഡിനെ അതുപോലെ തന്നെ അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട്. ലോ ഓഫ് ഡിമാൻഡ് ഫണ്ടമെൻ്റൽ ആയിട്ടും അവർ അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട്. ലോ ഓഫ് ഡിമാൻഡ് എന്താണ്? ലോ ഓഫ് ഡിമാൻഡ് സ്റ്റേറ്റ് ദാറ്റ് പ്രൈസ് ആൻഡ് ക്വാണ്ടിറ്റി ഡിമാൻഡഡ് ഷോസ് ആൻഡ് ഇൻവേഴ്സ് റിലേഷൻ. അല്ലേ? ഇഫ് പ്രൈസ് ഇൻക്രീസസ് ക്വാണ്ടിറ്റി ഡിമാൻഡ് ഡിക്രീസസ് ആൻഡ് വൈസ് വേഴ്സ. ആ ഒരു തിയറീനെ അവരും എന്ത് ചെയ്തിട്ടുണ്ട്, അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട്. ദെൻ ഫോർമുലേറ്റഡ് ഡിമാൻഡ് ഫങ്ഷൻസ് ഡയറക്ട്ലി ഓൺ ദി ബേസിസ് ഓഫ് മാർക്കറ്റ് ഡാറ്റ വിതൗട്ട് റെഫറൻസ് ടു ദ തിയറി ഓഫ് യൂട്ടിലിറ്റി ആൻഡ് ദ ബിഹേവിയർ ഓഫ് ദ ഇൻഡിവിജ്വൽ കൺസ്യൂമർ. അവർ ഡിമാൻഡ് ഫംഗ്ഷനെ ഫോർമുലേറ്റ് ചെയ്തത് എന്തിൻ്റെ ബേസിലാണ്? മാർക്കറ്റ് ഡാറ്റയിൽ നിന്നും ഡയറക്റ്റ് ആയിട്ടാണ് എന്ത് ചെയ്തിട്ടുള്ളത്, ഡിമാൻഡ് ഫങ്ഷൻസ് ഫോർമുലേറ്റ് ചെയ്തിട്ടുള്ളത്. അല്ലാതെ എന്തല്ല, യൂട്ടിലിറ്റി തിയറിയിൽ നിന്നും അല്ലെങ്കിൽ കൺസ്യൂമറുടെ ബിഹേവിയറിനെ ഒന്നും കൺസിഡർ ചെയ്യാതെ, അതിനെയൊന്നും റെഫർ ചെയ്യാതെ മാർക്കറ്റ് ഡാറ്റയിൽ നിന്നും ഡയറക്റ്റ് ആയിട്ടാണ് ഡിമാൻഡ് ഫങ്ഷൻസ് ഈ ഒരു പ്രാഗ്മാറ്റിക് അപ്രോച്ചിന് കീഴിൽ വന്നിട്ടുള്ള ഇക്കണോമിസ്റ്റുകൾ ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. ഡിമാൻഡ് ഈസ് എക്സ്പ്രസ്ഡ് ആസ് എ മൾട്ടിവേരിയേറ്റ് ഫംഗ്ഷൻ ആൻഡ് ഈസ് എസ്റ്റിമേറ്റഡ് വിത്ത് വാരിയസ് എക്കണോമെട്രിക്സ് മെത്തേഡ്സ്. ഇവരും എന്താണ് ചെയ്തിട്ടുള്ളത്, മൾട്ടിവാരിയേറ്റ് ഫംഗ്ഷൻ, ഒരു 4 ഫാക്ടേഴ്സ് എന്നതിനേക്കാൾ ഉപരി മൾട്ടിവാരിയേറ്റ് ഫങ്ഷൻസ്, ഒരുപാട് ഫാക്ടേഴ്സിനെ അഫക്റ്റ് ചെയ്യുന്നതാണ് ഡിമാൻഡ്. ഡിമാൻഡ് എന്ന് പറയുന്നത് ഒരുപാട് ഫാക്ടേഴ്സിനെ അഫക്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് എല്ലാ ഫാക്ടേഴ്സിനെയും കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ട് അതിനെല്ലാം ഒരു ഇക്കണോമെട്രിക് മെത്തേഡ്സിലൂടെ അവതരിപ്പിക്കുകയാണ് ഇവർ ചെയ്യുന്നത്. സോ ദി ഡിമാൻഡ് ഫങ്ഷൻസ് റെഫേഴ്സ് obviously to the market behavior of the consumers, that is so to the behavior of all consumers as a group and not the behavior ഓഫ് സിംഗിൾ ഇൻഡിവിജ്വൽസ്. ഇവർ എന്താണ് ചെയ്യുന്നത്, ഒരു സിംഗിൾ കൺസ്യൂമറുടെ അല്ലെങ്കിൽ ഒരു സിംഗിൾ ആയിട്ടുള്ള കൺസ്യൂമറുടെയോ ഇൻഡിവിജ്വലിൻ്റെയോ ബിഹേവിയറിനെ അല്ല അവർ അനലൈസ് ചെയ്യുന്നത്. അവർ കൺസ്യൂമേഴ്സിനെ അല്ലെങ്കിൽ ഇൻഡിവിജ്വൽസിനെ ഒരു ഗ്രൂപ്പ് എന്ന നിലയിൽ ഒരു ഗ്രൂപ്പ് ആക്കിയിട്ടാണ് അവരെന്ത് ചെയ്യുന്നത്, ഈ ഒരു ഡിമാൻഡ് ഫംഗ്ഷന്
ഡെവലപ്പ് ചെയ്യുന്നത്. In most cases, the demand functions refer to a group of commodities. Example, demand for food, demand for consumer durables, etc. നമ്മൾ നേരത്തെയൊക്കെ കണ്ടിരുന്നു, ഇൻഡിഫറൻസ് കർവിലായാലും കാർഡിനൽ അപ്രോച്ചിലായാലും എല്ലാത്തിലും നമ്മൾ കണ്ടിരുന്നു എന്താണ്, രണ്ട് കമ്മോഡിറ്റീസ്. അങ്ങനെ കമ്മോഡിറ്റീസിനെ സെപ്പറേറ്റ് ചെയ്തിട്ടായിരുന്നു ഡിമാൻഡിനെ അനലൈസ് ചെയ്തിരുന്നത് അല്ലേ. എക്സ് എന്ന് പറയുന്ന ഒരു കമ്മോഡിറ്റി, വൈ എന്ന് പറയുന്ന കമ്മോഡിറ്റി, അങ്ങനെ. പക്ഷെ പ്രാഗ്മാറ്റിക് അപ്രോച്ചിന് കീഴിൽ വരുമ്പോൾ ഒരു കമ്മോഡിറ്റി എന്നതിന് പകരം ഒരു ഗ്രൂപ്പ് ഓഫ് കമ്മോഡിറ്റീസ് ആണ്. ഇപ്പോൾ ഫുഡ് ഐറ്റംസ് ഒക്കെ ഒരു ഗ്രൂപ്പ്, അല്ലെങ്കിൽ മറ്റ് ഡ്യൂറബിൾസ്, കൺസ്യൂമർ ഡ്യൂറബിൾസ് എല്ലാം ഒരു ഗ്രൂപ്പ്, ലക്ഷറീസ് എല്ലാം ഒരു ഗ്രൂപ്പ്. അത്തരത്തിൽ നമ്മുടെ കമ്മോഡിറ്റീസിനെ ഗ്രൂപ്പായിട്ടാണ് ഇവർ അനലൈസ് ചെയ്യുന്നത്. ഇൻഡിവിജ്വൽസിന്റെ ബിഹേവിയറും ഗ്രൂപ്പായിട്ട്, അതുപോലെ തന്നെ നമ്മുടെ കമ്മോഡിറ്റീസിന്റെ കേസിലും ഒരു കമ്മോഡിറ്റിയുടെ ഡിമാൻഡ് എന്നതിനേക്കാൾ ഉപരി ഒരു ഡിമാൻഡ് ഫോർ എ ഫുഡ് എന്ന് പറയുന്ന അത് ഒരു ഗ്രൂപ്പാകും. ഫുഡിൽ പലതും വരാം അല്ലെ, പല ഐറ്റംസും ഫുഡിൽ വരാം, വെജിറ്റബിൾസ് വരാം, ഫ്രൂട്ട്സ് വരാം, അങ്ങനെ എല്ലാ ഐറ്റംസും ആ ഫുഡിന്റെ കീഴിൽ വരാം, ഒരുപാട് ഐറ്റംസ് വരാം. അങ്ങനെ കമ്മോഡിറ്റീസിനെയും ഗ്രൂപ്പായിട്ടാണ് അവർ കൺസിഡർ ചെയ്യുന്നത്. സീരിയസ് ഡിഫിക്കൽട്ടീസ് അറൈസ് ഇൻ എസ്റ്റിമേറ്റിംഗ് ഡിമാൻഡ് ഫംഗ്ഷൻ. ഇത്തരത്തിൽ ഡിമാൻഡ് ഫംഗ്ഷനെ അനലൈസ് ചെയ്യുമ്പോൾ ഒരുപാട് ഡിഫിക്കൽട്ടീസ് വരാം. എന്തൊക്കെയാണ് ആ ഡിഫിക്കൽട്ടീസ്? മെയിൻ ആയിട്ടുള്ള ഡിഫിക്കൽട്ടീസ് എന്തൊക്കെയാണെന്ന് നോക്കാം. There are various estimation problems which impair the reliability of the statistically estimated demand function. നമ്മൾ പറഞ്ഞു, അഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സിനെ എല്ലാം മാത്തമാറ്റിക്കലി, എക്കണോമെട്രിക്കലി ആയിട്ടുള്ള ടൂൾസിലൂടെയാണ് എന്ത് ചെയ്യുന്നത്, റെപ്രസെന്റ് ചെയ്യുന്നത്. അപ്പം അതിൻ്റെതായിട്ടുള്ള റിലയബിലിറ്റി പ്രോബ്ലംസ് വരാം. എത്രത്തോളം റിയൽ ആണ് എന്നുള്ളതും അതൊരു ക്വസ്റ്റ്യൻ ചിഹ്നമായിട്ട് അവിടെ അവശേഷിക്കാം. നെക്സ്റ്റ്, ദി മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഓഫ് ദീസ് ഡിഫിക്കൽട്ടീസ് അറൈസസ് ഫ്രം ദി സൈമിൾട്ടാനിയസ് ചേഞ്ച് ഓഫ് ഓൾ ദി ഡിറ്റർമിനൻസ് വിച്ച് മേക്സ് ഇറ്റ് എക്സ്ട്രീംലി ഡിഫിക്കൽട്ട് ടു അസസ് ദ ഇൻഫ്ലുവൻസ് ഓഫ് ഈച്ച് ഇൻഡിവിജ്വൽ ഫാക്ടർ സെപ്പറേറ്റ്ലി. അതായത് നമ്മൾ പറഞ്ഞു, ഒരുപാട് ഫാക്ടേഴ്സിനെ, ഡിമാൻഡിനെ അഫക്റ്റ് ചെയ്യുന്ന ഒരുപാട് ഫാക്ടേഴ്സിനെ ഇവർ കൺസിഡർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ എല്ലാ ഫാക്ടേഴ്സിൻ്റെയും ചേഞ്ചസിനെ ഒരേ സമയത്ത് സൈമിൾട്ടാനിയസ് ആയിട്ടുള്ള ചേഞ്ചസ് എടുക്കുക എന്ന് പറയുന്നത് ഡിഫിക്കൽട്ടാണ്. നമ്മൾ പറഞ്ഞ പോലെ പ്രൈസ് ഓഫ് ദി കമ്മോഡിറ്റി, ഇൻകം ഓഫ് ദി കൺസ്യൂമർ, ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസസ്, ദെൻ പാസ്റ്റ് ബിഹേവിയർ, പാസ്റ്റ് സ്റ്റോക്ക്, അതുപോലുള്ള ഒരുപാട് ഫാക്ടേഴ്സ് ഡിമാൻഡിനെ അഫക്റ്റ് ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ എല്ലാം ചേഞ്ചസ് ഒരേ സമയത്ത് നമ്മൾ കൺസിഡർ ചെയ്യുക എന്ന് പറയുന്നത് ഒരു ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു ടാസ്ക് തന്നെയാണ്. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഇതിൻ്റെ ഓരോന്നിൻ്റെ ചേഞ്ചും ഓരോ ഈച്ച് ഇൻഡിവിജ്വലിൻ്റെ മേലും ഇത്തരത്തിലുള്ള ഫാക്ടേഴ്സിൻ്റെ ചേഞ്ച് എങ്ങനെ അഫക്റ്റ് ചെയ്യുന്നു, അത് എങ്ങനെ അസസ് ചെയ്യും എന്നുള്ളതും ഒരു ചോദ്യചിഹ്നമായിട്ട് തന്നെ അവശേഷിക്കുന്നുണ്ട്. ഇതൊക്കെ ഇത്രയും ലിമിറ്റേഷൻസും ഇത്രയും ഡിഫിക്കൽട്ടീസ് ഒക്കെ നിലനിൽക്കുമ്പോൾ തന്നെ പ്രാഗ്മാറ്റിക് അപ്രോച്ച് എന്ന് പറയുന്നത് എങ്ങനെയാണ് ഇത്തരം എക്കണോമിക്സുകൾ കൈകാര്യം ചെയ്തിട്ടുള്ളത് എന്ന് നമുക്ക് നോക്കാം. പ്രാഗ്മാറ്റിക് അപ്രോച്ചിന് കീഴിൽ ഡെവലപ്പ് ചെയ്തിട്ടുള്ള ഫസ്റ്റ് തിയറിയാണ് ദി കോൺസ്റ്റന്റ് ഇലാസ്റ്റിസിറ്റി ഡിമാൻഡ് ഫംഗ്ഷൻ. കോൺസ്റ്റന്റ് ഇലാസ്റ്റിസിറ്റി ഡിമാൻഡ് ഫംഗ്ഷൻ. ദി മോസ്റ്റ് കോമൺലി യൂസ്ഡ് ഫോം ഓഫ് ഡിമാൻഡ് ഫംഗ്ഷൻ ഇൻ അപ്ലൈഡ് റിസർച്ച് ഹാസ് ബീൻ എ കോൺസ്റ്റന്റ് ഇലാസ്റ്റിസിറ്റി ഡിമാൻഡ് ടൈപ്പ്. അപ്പം നമ്മുടെ റിസർച്ചിലൊക്കെ അപ്ലൈ ചെയ്യുന്ന ഒരു ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഡിമാൻഡ് ഫംഗ്ഷൻ ആണ് ഇത് കോൺസ്റ്റന്റ് ഇലാസ്റ്റിസിറ്റി ഡിമാൻഡ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. അതിൻ്റെ ഒരു മാത്തമാറ്റിക്കൽ, ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ രൂപമാണ് എന്ത്, QX ഈസ് ഈക്വൽ ടു B0 ഇൻറ്റു P of X raised to B1, P0 raised to B2, Y raised to B3 and E raised to B4 T എന്നുള്ള ഈ ഒരു രൂപം മനസ്സിലാക്കി വെക്കുക. ഇതാണ് അതിൻ്റെ ഒരു മാത്തമാറ്റിക്കൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഫോം എന്ന് പറയുന്നത്. ഇനി എന്താണ് P0 എന്ന് പറയുന്നത്, PX എന്ന് പറയുന്നത് എന്താണ്, PX എന്ന് പറയുന്നത് പ്രൈസ് ഓഫ് ദി കമ്മോഡിറ്റി ആണ് അല്ലേ. PX എന്ന് പറയുന്നത് പ്രൈസ് ഓഫ് ദി കമ്മോഡിറ്റി. ദെൻ P0 എന്ന് പറയുന്നത് പ്രൈസ് ഓഫ് അതർ കമ്മോഡിറ്റീസ് അല്ലെ, റിലേറ്റഡ് കമ്മോഡിറ്റീസിൻ്റെ പ്രൈസാണ് P0. Y എന്ന് പറയുന്നത് ഇൻകം ഓഫ് ദി കൺസ്യൂമർ. ദെൻ B4T അല്ലെ, E raised to B4T എന്ന് പറയുന്നത് ഒരു ട്രെൻഡ് ഫാക്ടർ, ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസസിൻ്റെ ഒരു ട്രെൻഡ് ഫാക്ടർ ആയിട്ടാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. ദെൻ നെക്സ്റ്റ് വരുന്നത് B1 B2 B3 അല്ലെ, raised to B1 B2 B3 എന്ന് പറയുന്നതാണ്. PX raised to B1 എന്താണ്, പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ്, പ്രൈസ് ഓഫ് ദ കമ്മോഡിറ്റീൻ്റെ B1 എന്ന് പറയുന്നത് എന്താണ്, പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ്. ദെൻ ഈ B2 എന്ന് പറയുന്നത് ക്രോസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് എന്നുള്ളതാണ്. B3 എന്ന് പറയുന്നത് എന്താണ്, ഇൻകം ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് ആണ്. ഇതാണ് എന്ത്, കോൺസ്റ്റന്റ് ഇലാസ്റ്റിസിറ്റി ഡിമാൻഡ് ഫംഗ്ഷൻ്റെ ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ ഫോം എന്ന് പറയുന്നത്.
The term constant elasticity demand function is due to the fact that in this form the coefficients b1, b2, b3 are elasticities of demand which are assumed to remain constant. അപ്പോൾ ഇതിന് ഈ ഒരു ഡെവലപ്മെന്റിന് ഈ ഒരു തിയറിക്ക് കോൺസ്റ്റന്റ് ഇലാസ്റ്റിസിറ്റി ഡിമാൻഡ് ഫംഗ്ഷൻ എന്ന് വരാൻ കാരണം എന്താണ്? അതിന്റെ കാരണം നമ്മുടെ ഡിമാൻഡ് ഇലാസ്റ്റിസിറ്റീസ് ആയിട്ടുള്ള b1, b2 ആൻഡ് b3 അല്ലേ, price elasticity of demand, then cross elasticity of demand and income elasticity of demand. ഈ മൂന്ന് ഇലാസ്റ്റിസിറ്റീസും കോൺസ്റ്റന്റ് ആണ് എന്നാണ് അസ്യൂം ചെയ്യുന്നത്. ഇറ്റ് റിമൈൻസ് കോൺസ്റ്റന്റ്. അതുകൊണ്ടാണ് ഇതിന് കോൺസ്റ്റന്റ് ഇലാസ്റ്റിറ്റി ഡിമാൻഡ് ഫംഗ്ഷൻ. ഈ ഇലാസ്റ്റിറ്റീസ് ഓഫ് ഡിമാൻഡിനെ റെപ്രസെന്റ് ചെയ്യുന്ന b1, b2, b3 എന്താണ്? റിമൈൻസ് കോൺസ്റ്റന്റ്. അതുകൊണ്ടാണ് ഈ ഒരു ഡെവലപ്മെന്റിനെ കോൺസ്റ്റന്റ് ഇലാസ്റ്റിറ്റി ഡിമാൻഡ് ഫംഗ്ഷൻ എന്ന് വിളിക്കുന്നത്. യൂഷ്വലി ദ ഫോളോവേഴ്സ് ഓഫ് ദി പ്രാഗ്മാറ്റിക് അപ്രോച്ച് എക്സ്പ്രസസ് ദ ഡിമാൻഡ് ഫംഗ്ഷൻ ഇൻ സച്ച് എ വേസ് ടു ഇൻകോർപ്പറേറ്റ് ദി അസംപ്ഷൻ ഓഫ് നോ മണി ഇല്യൂഷൻ പോസ്റ്റുലേറ്റഡ് ബൈ ദി ട്രഡീഷണൽ തിയറി ഓഫ് ദി കൺസ്യൂമേഴ്സ്. ട്രഡീഷണൽ തിയറി പോസ്റ്റുലേറ്റ് ചെയ്യുന്ന പോലെ തന്നെ നോ മണി ഇല്യൂഷൻ എന്ന് പറയുന്ന ഒരു അസംഷനെയും കൂടെ ആര് ഇൻകോർപ്പറേറ്റ് ചെയ്യുന്നുണ്ട്? ഈ ഒരു പ്രാഗ്മാറ്റിക് അപ്രോച്ചിന്റെ ഫോളോവേഴ്സ് ഇൻകോർപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. നോ മണി ഇല്യൂഷൻ എന്നുള്ളതാണ് അവരും അസ്യൂം ചെയ്യുന്നത്. മണി ഇല്യൂഷൻ അവരും എന്ത് ചെയ്യുന്നില്ല? കൺസിഡർ ചെയ്യുന്നില്ല. നോ മണി ഇല്യൂഷൻ എന്നുള്ളതാണ് അവരും കൺസിഡർ ചെയ്യുന്നത്. ടെക്നിക്കലി ദ എക്സ്പ്രസസ് ദ ഡിമാൻഡ് ആസ് എ ഹോമോജീനിയസ് ഫംഗ്ഷൻ ഓഫ് ഡിഗ്രി 0. അപ്പം ഇതൊരു ക്വസ്റ്റ്യൻ ആയിട്ട് വരാം. അവരുടെ ഹോമോജീനിയസ് ഡിഗ്രി ഓഫ് 0 എന്നുള്ളത് ഡിമാൻഡിനെ അവർ എങ്ങനെയാണ് എക്സ്പ്രസ് ചെയ്യുന്നത്? ഹോമോജീനിയസ് ഫംഗ്ഷൻ ഓഫ് ഡിഗ്രി 0. നോട്ട് ചെയ്ത് വെക്കുക. അവരുടെ ഡിമാൻഡ് എങ്ങനെയാണ് എക്സ്പ്രസ് ചെയ്യുന്നത്? ആസ് എ ഹോമോജീനിയസ് ഫംഗ്ഷൻ ഓഫ് ഡിഗ്രി 0. ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു തിയറിക്ക് കീഴിൽ പറയാനുള്ളത്. ഇനി നെക്സ്റ്റ് അപ്രോച്ച് ഏതാണെന്ന് നോക്കാം. പ്രാഗ്മാറ്റിക് അപ്രോച്ചിന് കീഴിൽ ഡെവലപ്പ് ചെയ്തിട്ടുള്ള മറ്റ് അപ്രോച്ച് ഏതാണെന്ന് നോക്കാം. Dynamic versions of demand functions or distributed lagged models of demand. What is it? നോക്കാം. A recent development in demand studies is the expression of demand function in dynamic form. ഡിമാൻഡ് ഫംഗ്ഷൻ എന്താണ്? ഒരു ഡൈനാമിക് ഫോമിൽ, സ്റ്റാറ്റിക് ഫോമിൽ നിന്നും വിപരീതമായിട്ട്, സ്റ്റാറ്റിക് ഫോമിൽ നിന്നും മാറിയിട്ട് ഒരു ഡൈനാമിക് ഫോമിലാണ് ഡിമാൻഡ് ഫംഗ്ഷനെ ഇവിടെ എക്സ്പ്രസ് ചെയ്യുന്നത്. Dynamization of the demand function expresses the generally accepted idea that current purchasing decisions are influenced by past behavior. ഡൈനാമൈസേഷൻ ഓഫ് ദി ഡിമാൻഡ് ഫംഗ്ഷൻ എന്താണ് എക്സ്പ്രസ് ചെയ്യുന്നത്? അതായത് പാസ്റ്റ് ബിഹേവിയർ, ഒരു കൺസ്യൂമറുടെ, ഒരു ഇൻഡിവിജ്വലിന്റെ പാസ്റ്റ് ബിഹേവിയർ അല്ലെങ്കിൽ പാസ്റ്റ് സ്റ്റോക്ക് ഒക്കെ ഇന്നത്തെ പർച്ചേസിംഗ് ഡിസിഷനെ അഫക്റ്റ് ചെയ്യും എന്നുള്ളൊരു തോട്ടിന്റെ ബേസിലാണ് ഡൈനാമൈസേഷൻ എക്സ്പ്രസ് ചെയ്തിട്ടുള്ളത്. ടു എക്സ്പ്രസ് ദ ഐഡിയ ദാറ്റ് കറന്റ് ഡിസിഷൻസ് ആർ ഇൻഫ്ലുവൻസ്ഡ് ബൈ പാസ്റ്റ് ബിഹേവിയർ. ഇന്നത്തെ ഡിസിഷൻ, കറന്റ് ഡിസിഷൻ എന്ത് ചെയ്യും? ഒരു കൺസ്യൂമറുടെ, ഒരു ഇൻഡിവിജ്വലിന്റെ കൺസംഷന് വേണ്ടിയിട്ടുള്ള കറന്റ് ഡിസിഷൻസ് പാസ്റ്റ് ബിഹേവിയറിനെയും കൂടെ ഇൻഫ്ലുവൻസ് ചെയ്യും എന്നുള്ളതാണ് ഈ ഒരു മോഡലിന്റെ ഡെവലപ്പേഴ്സ് പറയുന്നത്. വി മസ്റ്റ് പോസ്റ്റുലേറ്റ് എ പെർട്ടിക്കുലർ ടൈപ്പ് ഓഫ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദി പാസ്റ്റ് ആൻഡ് ദി പ്രസന്റ്. അപ്പോൾ പാസ്റ്റും പ്രസന്റും തമ്മിൽ ഒരു പെർട്ടിക്കുലർ ടൈപ്പ് ഓഫ് റിലേഷൻഷിപ്പ് ഉണ്ട്. ദി മോസ്റ്റ് കോമൺ അസംപ്ഷൻ ഇൻ ദിസ് റെസ്പെക്ട് ഈസ് ദാറ്റ് current behavior depends on past levels of income and past levels of demand. കോമൺ അസംപ്ഷൻ എന്ന് പറയുന്നത് എന്താണ്? കറന്റ് ബിഹേവിയർ ഡിപ്പെൻഡ്സ് ഓൺ പാസ്റ്റ് ലെവൽസ് ഓഫ് ഇൻകം ആൻഡ് പാസ്റ്റ് ലെവൽസ് ഓഫ് ഡിമാൻഡ്. കറന്റ് ബിഹേവിയർ, ഒരു കൺസ്യൂമറുടെ അല്ലെങ്കിൽ ഒരു ഇൻഡിവിജ്വലിന്റെ കറന്റ് ബിഹേവിയർ എന്തിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നുണ്ട്? പാസ്റ്റ് ലെവൽ ഓഫ് ഇൻകത്തെയും പാസ്റ്റ് ലെവൽ ഓഫ് ഡിമാൻഡിനെയും ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നുണ്ട്. പാസ്റ്റ് ലെവൽസ് ഓഫ് ഇൻകവും പാസ്റ്റ് ലെവൽസ് ഓഫ് ഡിമാൻഡിനെയും കൂടെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് കറന്റ് ബിഹേവിയർ നിലനിൽക്കുന്നത് എന്നുള്ളതാണ് ഈ ഒരു ഡെവലപ്പേഴ്സ്, ഈ ഒരു തിയറിയുടെ ഡെവലപ്പേഴ്സ് പറയുന്നത്. If the commodity is durable, past purchases constitute a stock of this commodity which clearly affects the current purchase of such durables. അതായത് കമ്മോഡിറ്റി ഡ്യൂറബിൾ ആണെങ്കിൽ, ഡ്യൂറബിൾ മീൻസ് ഒരുപാട് കാലം സൂക്ഷിക്കാൻ കഴിയുന്ന തരത്തിലുള്ള, കേടുപാടുകളൊന്നും സംഭവിക്കാത്ത തരത്തിലുള്ള കമ്മോഡിറ്റി ആണ് എന്നുണ്ടെങ്കിൽ പാസ്റ്റ് പർച്ചേസസ് കൺസ്റ്റിറ്റ്യൂട്ട് എ സ്റ്റോക്ക് ഓഫ് ദിസ് കമ്മോഡിറ്റി വിച്ച് ക്ലിയർലി അഫക്ട്സ് ദ കറന്റ് പർച്ചേസ് ഓഫ് സച്ച് ഡ്യൂറബിൾസ്. ഈ ഡ്യൂറബിൾ കമ്മോഡിറ്റീസിന്റെ കേസിൽ കഴിഞ്ഞ സ്റ്റോക്ക്, നമ്മൾ മുമ്പ് പർച്ചേസ് ചെയ്ത് വെച്ചിട്ടുള്ള കമ്മോഡിറ്റീസ് അല്ലെ, ഇത്തരം കമ്മോഡിറ്റീസ് മുമ്പ് പർച്ചേസ് ചെയ്തത് ബാക്കി ഉണ്ടെങ്കിൽ അത് ഇന്നത്തെ പർച്ചേസിനെ അഫക്റ്റ് ചെയ്യും. കാരണം ഇന്ന് കഴിഞ്ഞ ഒരു
പേന എക്സാമ്പിളായിട്ട് നമ്മൾ പേന എടുത്താൽ നമ്മൾ മുമ്പ് 10 പേന വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഇന്ന് നമുക്ക് പേന എക്സാമിന് പോകുമ്പോൾ പേനൻ്റെ ആവശ്യമുണ്ട്. പക്ഷെ കഴിഞ്ഞ 10 പേനയിൽ ഒരു പേന ബാക്കിയുണ്ട്. അപ്പോൾ നമ്മൾക്ക് ഇന്ന് ആ ഒരു പേന കഴിച്ച് ബാക്കിയുള്ള പേന ഇന്ന് വാങ്ങേണ്ടതുള്ളൂ അല്ലേ. അതായത് കഴിഞ്ഞ സ്റ്റോക്ക് ബാക്കിയുണ്ടെങ്കിൽ ആ സ്റ്റോക്ക് കഴിച്ചിട്ട് ബാക്കിയുള്ളത് ഇന്ന് പർച്ചേസ് ചെയ്യേണ്ട ആവശ്യമുള്ളത്. അതുകൊണ്ട് ഇന്നത്തെ പർച്ചേസിനെ എന്നും കൂടെ ബാധിച്ചു, കഴിഞ്ഞ ആ സ്റ്റോക്കും കൂടെ നമ്മുടെ അടുത്ത് സ്റ്റോക്കായിട്ട് നിലനിൽക്കുന്ന ആ കമ്മോഡിറ്റിയും കൂടെ എന്ത് ചെയ്തു, ഇന്നത്തെ പർച്ചേസിനെ അഫക്റ്റ് ചെയ്തു. ആ കാര്യം തന്നെയാണ് ഇവരും ചൂണ്ടിക്കാണിക്കുന്നത്. അപ്പോൾ ഡ്യൂറബിളിന്റെ കേസിൽ എന്താണ്, പാസ്റ്റ് സ്റ്റോക്ക്, കഴിഞ്ഞ കാലത്ത് നമ്മൾ സ്റ്റോക്ക് ചെയ്ത് വെച്ചിട്ടുള്ള നമ്മൾ പർച്ചേസ് ചെയ്തിട്ടുള്ള സ്റ്റോക്ക് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ ആ സ്റ്റോക്ക് ഇന്നത്തെ പർച്ചേസിനെ അഫക്റ്റ് ചെയ്യും. അത് ഏതൊക്കെ കാര്യത്തിലാണ്, ഡ്യൂറബിൾ കമ്മോഡിറ്റിന്റെ കാര്യത്തിൽ സ്റ്റോക്ക് പറ്റുള്ളൂ. കാരണം പെട്ടെന്ന് കേടാവുന്ന കമ്മോഡിറ്റീസ് ആണെങ്കിൽ സ്റ്റോക്ക് വല്ലാണ്ട് എന്തിനെ അഫക്റ്റ് ചെയ്യില്ല, കറണ്ട് പർച്ചേസിനെ അഫക്റ്റ് ചെയ്യില്ല. ഇഫ് ദി കമ്മോഡിറ്റീസ് നോൺ ഡ്യൂറബിൾ ആണ് എന്ന് വെച്ചോ, അതായത് പെട്ടെന്ന് കേടുവരുന്ന രീതിയിലുള്ള കമ്മോഡിറ്റീസ് ആണെന്ന് വെച്ചോ, അപ്പോൾ പാസ്റ്റ് പർച്ചേസസ് റിഫ്ലക്റ്റ് എ ഹാബിറ്റ്. പാസ്റ്റ് പർച്ചേസ് എന്ന് പറയുന്നത് അതൊരു ഹാബിറ്റിന്റെ കീഴിലാണ്. ഇപ്പോൾ ഫുഡ് ആയിക്കോട്ടെ, ടൊബാക്കോ, അതുപോലുള്ള കാര്യങ്ങളൊക്കെ ഒരു ഹാബിറ്റാണ്. അത് നമ്മുടെ ശീലമായതുകൊണ്ട് കഴിഞ്ഞ ദിവസം വരെ അല്ലെങ്കിൽ കഴിഞ്ഞ കാലം വരെ അത് നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമായതുകൊണ്ട്, നമ്മളത് ശീലിച്ചു വന്ന ഒരു കാര്യമായതുകൊണ്ട് ആണ് നമ്മൾ ഇന്ന് പർച്ചേസ് ചെയ്യുന്നത്. അപ്പം അതും എന്തിനെ അഫക്റ്റ് ചെയ്യുന്നുണ്ട്, ഇന്നത്തെ പർച്ചേസിനെ അഫക്റ്റ് ചെയ്യുന്നത്. കാരണം അത് നമ്മുടെ ഒരു ഹാബിറ്റാണ്, നമ്മുടെ ഒരു ശീലമാണ്. Another usual assumption concerning the way in which past behavior affects the present is that the more recent of past levels of income or demand have a greater influence on present consumption patterns than more remote ones. Past consumption അല്ലെങ്കിൽ past level of income, past demand, past behavior ഒക്കെ ഇന്നത്തെ പ്രസന്റ് കൺസംഷനെ നല്ല രീതിയിൽ തന്നെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ, വി ആർ മോർ ഇൻഫ്ലുവൻസ്ഡ് ബൈ അവർ ഇൻകം ഇൻ ദ ലാസ്റ്റ് ഇയർ ദാൻ ബൈ ദി ഇൻകം വി ഏൺഡ് 5 or 10 years ago. എക്സാമ്പിൾ ആയിട്ട് നമ്മുടെ ഒരു വർഷത്തെ കഴിഞ്ഞ ലാസ്റ്റ് വർഷത്തെ ഇൻകം നമ്മുടെ ഇന്നത്തെ കൺസംഷന് അല്ലെങ്കിൽ ഇന്നത്തെ പർച്ചേസിനെ അഫക്റ്റ് ചെയ്യും. എന്തിനേക്കാൾ കൂടുതലായിട്ട് ലാസ്റ്റ് 10 വർഷത്തെ ഇൻകത്തേക്കാൾ കൂടുതൽ ഈ കഴിഞ്ഞൊരു വർഷത്തെ ഇൻകം നമ്മുടെ ഇന്നത്തെ ഡിസിഷനെ അഫക്റ്റ് ചെയ്യും, കൂടുതലായിട്ടും അഫക്റ്റ് ചെയ്യും. മോഡൽസ് ഇൻക്ലൂഡിംഗ് ലാഗ്ഡ് വാല്യൂസ് ഓഫ് ഡിമാൻഡ് ഓഫ് ഇൻകം ആർ കോൾഡ് ഡിസ്ട്രിബ്യൂട്ടഡ് ലാഗ്ഡ് മോഡൽസ്. അപ്പം ഈ ലാഗ്ഡ് വാല്യൂസ് ഓഫ് ഡിമാൻഡ്, ഇത്തരം കാര്യങ്ങളെ എല്ലാം ഇൻകോർപ്പറേറ്റ് ചെയ്ത് ഡെവലപ്പ് ചെയ്തിട്ടുള്ള ഒരു ഡിമാൻഡിനെയാണ് എന്ത് പറയുന്നത്, ഡിസ്ട്രിബ്യൂട്ടഡ് ലാഗ്ഡ് മോഡൽസ് എന്ന് വിളിക്കുന്നത്. ചുരുക്കി പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. സമറൈസ് ചെയ്ത് പറയുകയാണെങ്കിൽ എത്രയേ ഉള്ളൂ, പാസ്റ്റ് ഡ്യൂറബിൾസിന്റെ കേസ് ആണെങ്കിൽ പാസ്റ്റ് സ്റ്റോക്ക് എന്ത് ചെയ്യും, നമ്മുടെ സ്റ്റോക്സ് ഇന്നത്തെ കൺസംഷന്, ഇന്നത്തെ പർച്ചേസിങ് ഡിസിഷനെ അഫക്റ്റ് ചെയ്യും. നോൺ ഡ്യൂറബിൾസിന്റെ കാര്യമാണ് എന്നുണ്ടെങ്കിൽ പാസ്റ്റ് ബിഹേവിയർ ഇന്നത്തെ കൺസംഷന് അല്ലെങ്കിൽ ഇന്നത്തെ പർച്ചേസിനെ അഫക്റ്റ് ചെയ്യും. The number of lakhs depends on the particular relationship being studied. അപ്പോൾ നമ്പർ ഓഫ് ലാക്സ് എന്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്, പെർട്ടിക്കുലർ റിലേഷൻഷിപ്പ് ബീങ് സ്റ്റഡി ചെയ്യുന്ന പെർട്ടിക്കുലർ റിലേഷൻഷിപ്പിനെ ബേസ് ചെയ്യുന്നുണ്ട്. ആർ സ്റ്റോൺ എക്സ്റ്റെൻഡഡ് ദ ഡൈനാമിക് ഫോർമുലേഷൻ ടു എ വൈഡർ റേഞ്ച് ഓഫ് കമ്മോഡിറ്റീസ്. അപ്പോൾ ആർ സ്റ്റോൺ ആണ് എന്ത് ചെയ്തിട്ടുള്ളത്, വൈഡർ റേഞ്ച് ഓഫ് കമ്മോഡിറ്റീസിലേക്ക് ഈ ഒരു ഡൈനാമിക് ഫോർമുലേഷനെ എക്സ്റ്റെൻഡ് ചെയ്തിട്ടുള്ളത്. ഹൗത്തക്കർ ആൻഡ് ടൈലർ ജനറലൈസ്ഡ് ദ ഡൈനാമൈസേഷൻ ഓഫ് ഡിമാൻഡ് ഫംഗ്ഷന്റെ ഡൈനാമൈസേഷനെ ജനറലൈസ് ചെയ്തത് ആരാണ്, ഹൗത്തക്കർ ആൻഡ് ടൈലർ ആണ്. നമുക്ക് നോക്കാം. ഈ ലാഗ്ഡ് മോഡൽസിന്റെ കേസിൽ ഇതിന് കീഴിൽ മെയിൻ ആയിട്ടും 2 പ്രിൻസിപ്പിൾസ് ആണ് വരുന്നത്. ഫസ്റ്റ് വൺ ഈസ് സ്റ്റോക്ക് അഡ്ജസ്റ്റ്മെന്റ് പ്രിൻസിപ്പിൾ ആൻഡ് സെക്കൻഡ് വൺ ഈസ് ഹാബിറ്റ് ക്രിയേഷൻ ഓർ ഹാബിറ്റ് ഫോർമേഷൻ പ്രിൻസിപ്പിൾ. സ്റ്റോക്ക് അഡ്ജസ്റ്റ്മെന്റ് പ്രിൻസിപ്പിൾ ഡ്യൂറബിൾസിന്റെ കേസിലാണ് വരുന്നത്. ഹാബിറ്റ് ക്രിയേഷൻ പ്രിൻസിപ്പിൾ നോൺ ഡ്യൂറബിൾസിന്റെ കേസിലാണ് വരുന്നത്. വാട്ട് ഈസ് സ്റ്റോക്ക് അഡ്ജസ്റ്റ്മെന്റ് പ്രിൻസിപ്പിൾ എന്ന് നോക്കാം. A widely used model is the model based on the stock adjustment principle, which has been developed by Nerlov. നെർലോവ് ആണ് എന്ത് ചെയ്തിട്ടുള്ളത്, സ്റ്റോക്ക് അഡ്ജസ്റ്റ്മെന്റ് പ്രിൻസിപ്പിൾ ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ സ്റ്റോക്ക് അഡ്ജസ്റ്റ്മെന്റ് പ്രിൻസിപ്പിൾ ഈസ് ഡെവലപ്ഡ് ബൈ Nerlov. This model has initially been applied to the study of demand function for consumer durables. ആദ്യം ഇത് കൺസ്യൂമർ ഡ്യൂറബിൾസിന്റെ കേസിലാണ് ഇത് എന്ത് ചെയ്തിട്ടുള്ളത്,
അഡോപ്റ്റ് ചെയ്തിട്ടുള്ളത് അല്ലെങ്കിൽ അപ്ലൈ ചെയ്തിട്ടുള്ളത്. അപ്പം കൺസ്യൂമർ ഡ്യൂറബിൾസിന്റെ കേസിലാണ് ഇത് ഇനീഷ്യലി അപ്ലൈ ചെയ്തിട്ടുള്ളത്. റീസെന്റ് ഹൗത്തക്കർ ആൻഡ് ടൈലർ ഹാവ് എക്സ്റ്റെൻഡഡ് ദ സ്റ്റോക്ക് അഡ്ജസ്റ്റ്മെന്റ് പ്രിൻസിപ്പിൾ ടു നോൺ ഡ്യൂറബിൾസ് ഗിവിംഗ് ഇറ്റ് ദി നെയിം ഹാബിറ്റ് ക്രിയേഷൻ പ്രിൻസിപ്പിൾ. ഇത് ആദ്യം കൺസ്യൂമർ ഡ്യൂറബിൾസിന്റെ കേസിലാണ് ഇത് അപ്ലൈ ചെയ്തിട്ടുള്ളത്. പിന്നീട് ഹൗത്തക്കർ ആൻഡ് ടൈലർ എന്ത് ചെയ്തു, നോൺ ഡ്യൂറബിൾസിന്റെ കേസിലേക്കും കൂടെ ഈ ഒരു തീമിനെ, ഈ ഒരു ഐഡിയനെ എക്സ്റ്റെൻഡ് ചെയ്തു. അതിനെ എന്ത് പേരിട്ട് വിളിച്ചു, ഹാബിറ്റ് ക്രിയേഷൻ പ്രിൻസിപ്പിൾ എന്ന് പേരിട്ട് വിളിച്ചു. അപ്പൊ സ്റ്റോക്ക് അഡ്ജസ്റ്റ്മെന്റ് പ്രിൻസിപ്പിൾ ഡെവലപ്പ് ചെയ്തത് നെർലോവ് ആണ്. പിന്നീട് ഈ ഐഡിയ ഹൗത്തക്കർ ആൻഡ് ടൈലർ നോൺ ഡ്യൂറബിൾസിന്റെ കേസിലേക്കും കൂടെ എക്സ്റ്റെൻഡ് ചെയ്തു. എന്നിട്ട് അതിനെ ഹാബിറ്റ് ക്രിയേഷൻ പ്രിൻസിപ്പിൾ എന്ന് പേരിട്ട് വിളിച്ചു. The model as applied to consumer durables results in a demand function of the firm. അപ്പോൾ സ്റ്റോക്ക് അഡ്ജസ്റ്റ്മെന്റ് പ്രിൻസിപ്പിളിന്റെ ഒരു ഡിമാൻഡ് ഫംഗ്ഷൻ എന്ത് ഫോമിലാണ് വരുന്നത്, QT ഈസ് ഈക്വൽ ടു, QT എന്ന് പറയുന്നത് പ്രസന്റ് പർച്ചേസ് ആണ്, പ്രസന്റ് കൺസംഷൻ എങ്ങനെയാണ്, T എന്ന് പറയുന്നത് കറന്റ് ടൈം. അപ്പോൾ T എന്ന് പറയുന്ന പീരീഡിലെ, കറന്റ് പീരീഡിലെ Q ക്വാണ്ടിറ്റി ഡിമാൻഡ് അല്ലെങ്കിൽ കൺസംഷൻ ഈസ് ഈക്വൽ ടു A1 ഓഫ് YT. അപ്പം ഇംഗത്തിൻ്റെയും പ്രസന്റ് ഇംഗത്തിൻ്റെയും A2 ഓഫ് QT മൈനസ് 1. T മൈനസ് 1 എന്നാൽ പാസ്റ്റ് ടൈമാണ് T മൈനസ് 1 എന്ന് പറയുന്നത്. Q എന്ന് പറയുന്നത് പാസ്റ്റ് ക്വാണ്ടിറ്റി അല്ലെങ്കിൽ സ്റ്റോക്ക് എന്ന് പറയാം. അപ്പോൾ പാസ്റ്റ് ക്വാണ്ടിറ്റിൻ്റെയും പ്രസന്റ് ഇംഗത്തിൻ്റെയും ഫംഗ്ഷൻ ആണ് എന്ത്, പ്രസന്റ് കൺസംഷൻ എന്ന് പറയുന്നത്. അപ്പോൾ YTയും QT മൈനസ് 1 ആണ് പ്രസന്റ് കൺസംഷൻ അല്ലെങ്കിൽ പ്രസന്റ് ക്വാണ്ടിറ്റി ഡിമാൻഡിനെ അഫക്റ്റ് ചെയ്യുന്നത്. അതാണ് ഈ സ്റ്റോക്ക് അഡ്ജസ്റ്റ്മെന്റ് പ്രിൻസിപ്പിളിൽ പറയുന്നത്. ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ഡിമാൻഡ് ഫംഗ്ഷൻ ഫോം വരുന്നത്. QT ഈസ് ഈക്വൽ ടു A1 YT പ്ലസ് A2 QT മൈനസ് 1. ദെൻ ഹൗത്തക്കേഴ്സ് ആൻഡ് ടൈലേഴ്സ് ഡൈനാമിക് മോഡൽ. നമ്മൾ പറഞ്ഞു ഡ്യൂറബിൾസിന്റെ കേസിൽ നെർലോവ് എന്ത് ചെയ്തു, ഡ്യൂറബിൾസിന്റെ കേസിൽ സ്റ്റോക്ക് അഡ്ജസ്റ്റ്മെന്റ് പ്രിൻസിപ്പിൾ ഡെവലപ്പ് ചെയ്തു. അതായത് സ്റ്റോക്ക് എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ പാസ്റ്റ് കൺസംഷൻ, പാസ്റ്റ് സ്റ്റോക്ക് പ്രസന്റ് കൺസംഷന് അഫക്റ്റ് ചെയ്യുന്നുണ്ട് എന്നൊരു ഐഡിയ നെർലോവ് ഡെവലപ്പ് ചെയ്തു. ആ ഐഡിയ ഹൗത്തക്കർ ആൻഡ് ടൈലർ നോൺ ഡ്യൂറബിൾസിന്റെ കേസിലേക്കും കൂടെ എക്സ്റ്റെൻഡ് ചെയ്തു. ദർ മോഡൽ ഈസ് ബേസ്ഡ് ഓൺ നെർലോവ്സ് ഫോർമുലേഷൻ. നെർലോവിന്റെ അതേ ഫോർമുലേഷന്റെ ബേസിൽ തന്നെയാണ് ഹൗത്തക്കർ ആൻഡ് ടൈലർ ഈ ഒരു ഫംഗ്ഷനും ഈ ഒരു മോഡലും ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. It is known as habit creation or habit formation principle. ഹൗത്തക്കേഴ്സ് ആൻഡ് ടൈലർ, ഹൗത്തക്കറും ടൈലറും കൂടെ ഡെവലപ്പ് ചെയ്തിട്ടുള്ള ഈ മോഡലിനെ പറയുന്ന പേരാണ് എന്ത്, ഹാബിറ്റ് ക്രിയേഷൻ ഓർ ഹാബിറ്റ് ഫോർമേഷൻ പ്രിൻസിപ്പിൾ. ഹാബിറ്റ് ക്രിയേഷൻ പ്രിൻസിപ്പിൾ എന്നോ ഹാബിറ്റ് ഫോർമേഷൻ പ്രിൻസിപ്പിൾ എന്നോ ഇതിനെ പറയാം. They extended the idea of stock adjustment to non durables. നെർലോവിന്റെ സ്റ്റോക്ക് അഡ്ജസ്റ്റ്മെന്റ് പ്രിൻസിപ്പിളിന്റെ ഐഡിയനെ അവർ എന്ത് ചെയ്തു, നോൺ ഡ്യൂറബിൾസിന്റെ കേസിലേക്കും കൂടെ എക്സ്റ്റെൻഡ് ചെയ്തു. ദി കറന്റ് ഡിമാൻഡ് ഫോർ ഡ്യൂറബിൾസ് ഡിപ്പെൻഡ്സ് ഓൺ ദി സ്റ്റോക്ക് ഓഫ് സച്ച് കമ്മോഡിറ്റീസ്. അപ്പം കറന്റ് ഡ്യൂറബിൾസിന്റെ കേസിൽ കറന്റ് ഡിമാൻഡ് ഓഫ് ഡ്യൂറബിൾസ് എന്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്, സ്റ്റോക്ക് ഓഫ് സച്ച് കമ്മോഡിറ്റീസിന്റെ സ്റ്റോക്കിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ദി കറന്റ് ഡിമാൻഡ് ഫോർ നോൺ ഡ്യൂറബിൾസ് ഡിപ്പെൻഡ് ഓൺ ദി പർച്ചേസ് ഓഫ് ദി കമ്മോഡിറ്റീസ് ഇൻ ദി പാസ്റ്റ്. അപ്പോൾ നോൺ ഡ്യൂറബിൾസിന്റെ കേസിൽ നോൺ ഡ്യൂറബിൾസിന്റെ ഡിമാൻഡ്, കറന്റ് ഡിമാൻഡ് ഫോർ നോൺ ഡ്യൂറബിൾസ്, ഇന്നത്തെ നോൺ ഡ്യൂറബിൾസിന്റെ ഡിമാൻഡ് എന്തിനെയാണ് മെയിനായിട്ടും ഡിപ്പെൻഡ് ചെയ്യുന്നത്, പാസ്റ്റ് ആയിട്ടുള്ള നമ്മുടെ പർച്ചേസിനെ അല്ലെങ്കിൽ നമ്മുടെ പാസ്റ്റ് ഹാബിറ്റിനെയാണത് ഡിപ്പെൻഡ് ചെയ്യുന്നത്. ബിക്കോസ് ബൈ കൺസ്യൂമിങ് സർട്ടൻ കമ്മോഡിറ്റി വി ഗെറ്റ് അക്കസ്റ്റംഡ് ടു ഇറ്റ്, അല്ലെങ്കിൽ ഹാബിറ്റ് ഫോർമേഷൻ പ്രോസസ്. ചില കമ്മോഡിറ്റീസ് യൂസ് ചെയ്യുമ്പോൾ നമ്മൾ അതിനോട് അക്കസ്റ്റംഡ് ആവും, അല്ലെങ്കിൽ ഒരു തരം ഹാബിറ്റ് നമ്മുടെ ഉള്ളിൽ എന്ത് ചെയ്യും, ക്രിയേറ്റ് ചെയ്യപ്പെടും. ഹാബിറ്റ് ഫോർമുലേഷൻ നടത്തപ്പെടും. ഏത്, ചില പർച്ചേസിന്റെ കേസിൽ നമ്മളിൽ തന്നെ സ്വയം ഒരു ഹാബിറ്റ് ഉണ്ടാക്കും. ഇപ്പോൾ ടൊബാക്കോ യൂസേഴ്സ്, അവരുടെ ഇന്നത്തെ കൺസംഷൻ എന്ന് പറയുന്നത് അവരുടെ പാസ്റ്റ് ബിഹേവിയറിന്റെ, പാസ്റ്റ് ഹാബിറ്റിന്റെ ബേസിലാണ് അല്ലെ. അവർ ശീലിച്ചു വന്നിട്ടുള്ള ആ ഒരു ഹാബിറ്റിന്റെ ബേസിലാണ് ഇന്നത്തെ അവരുടെ കൺസംഷൻ എന്ന് പറയുന്നത്. അപ്പം നോൺ ഡ്യൂറബിൾസിന്റെ കേസ് ആകുമ്പോൾ ഹാബിറ്റ് എന്ന് പറയുന്നത് ഒരു വലിയ ഘടകമാണ്. ഇന്നത്തെ കൺസംഷനെ അഫക്റ്റ് ചെയ്യുന്നതിൽ ഹാബിറ്റ് ക്രിയേഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് അവിടെ നടക്കുന്നുണ്ട് എന്നുള്ളതാണ് ഹൗത്തക്കറും ടൈലറും കൂടെ വാദിക്കുന്നത്. ദ ഡിമാൻഡ് ഫംഗ്ഷൻ ഈസ് ഓഫ് ദി ഫോം. അപ്പം ഇതിന്റെ കേസിൽ ഈ ഒരു ഹൗത്തക്കേഴ്സ് ആൻഡ് ടൈലേഴ്സ് ഡിമാൻഡ് ഫോമിൽ നോൺ ഡ്യൂറബിൾസിന്റെ കേസിൽ എങ്ങനെയാണ് വരുന്നത് നോക്കാം. QT എന്ന് പറയുന്നത് പ്രസന്റ് കൺസംഷൻ ഈസ് ഈക്വൽ ടു A0 പ്ലസ് A1 PT എന്ന് പറയുന്നത് പ്രൈസ് ഓഫ് ദി കമ്മോഡിറ്റി, അല്ലെങ്കിൽ ഇന്നത്തെ പ്രസന്റ് പ്രൈസ് എന്ന് പറയുന്നത് പ്രസന്റ് പ്രൈസ്, പ്ലസ് A2
ഡെൽറ്റ പി ടി എന്ന് പറയുന്നത് എന്താണ്? ചേഞ്ച് ഇൻ ദ പ്രൈസ്. അപ്പം കറണ്ട് പ്രൈസും പാസ്റ്റ് പ്രൈസും ആ ഒരു ഡിഫറെൻ്റ് ആണ് ഡെൽറ്റ പി ടി എന്ന് പറയുന്നത്, ചേഞ്ചസ് ഇൻ പ്രൈസ് ഓഫ് ദി കമ്മോഡിറ്റി. വൈ ടി എന്ന് പറയുന്നത് ഇൻകം ഓഫ് ദി കൺസ്യൂമർ, പ്രസന്റ് ഇൻകം. ഡെൽറ്റ വൈ ടി എന്ന് പറയുന്നത് ഇൻകത്തിൽ വരുന്ന ചേഞ്ച്. ക്യൂ ടി -1 എന്ന് പറയുന്നത് ഇവിടെ നോൺ ഡ്യൂറബിൾസിന്റെ കേസ് ആയതുകൊണ്ട് ബിഹേവിയറിനെയാണ് നമ്മൾ ക്യൂ ടി -1 എന്ന് റെപ്രസെന്റ് ചെയ്തിട്ടുള്ളത്. Then demand is any particular period depends on price on stocks of the commodity and on the current level of income. അപ്പോൾ കറണ്ട് ലെവൽ ഓഫ് ഇൻകത്തെയും അതുപോലെ തന്നെ സ്റ്റോക്ക് ഓഫ് ദ കമ്മോഡിറ്റി. ഇവിടെ സ്റ്റോക്ക് എന്ന് പറയുന്നത് സ്റ്റോക്ക് ഓഫ് ഹാബിറ്റ്സ് എന്ന് പറയാം. അതിനെ നമ്മൾ ഒന്നും കൂടെ ചെയ്തിട്ട് മോഡിഫൈ ചെയ്തിട്ട് എങ്ങനെ എഴുതാം? ക്യൂ ടി ഈസ് ഈക്വൽ ടു B0 പ്ലസ് B1 PT പ്ലസ് B2 ST പ്ലസ് B3 YT. അതായത് B0 പ്ലസ് B1 PT എന്ന് പറയുമ്പോൾ പ്രൈസ് ഓഫ് ദി കമ്മോഡിറ്റി, B2 ST എന്ന് പറയുമ്പോൾ സ്റ്റോക്ക് ഓഫ് ഹാബിറ്റ്സ്, ഇവിടെ നോൺ ഡ്യൂറബിൾസ് ആയതുകൊണ്ട് ഹാബിറ്റ്സ്, B3 ഓഫ് YT എന്ന് പറയുമ്പോൾ ഇൻകം. ഇത്രയും കാര്യങ്ങൾ ഡിപ്പെൻഡ് ചെയ്താണ് കറണ്ട് കൺസംഷൻ അല്ലെങ്കിൽ കറണ്ട് പർച്ചേസ് നിലനിൽക്കുന്നത് എന്നുള്ളതാണ് ഹൗത്തക്കർ ആൻഡ് ടൈലർ വാദിക്കുന്നത്. ദി സൈൻ ഓഫ് ദി കോഫിഷ്യന്റ് ഓഫ് എസ് വിൽ ബി നെഗറ്റീവ് ഫോർ ഡ്യൂറബിൾസ്. ഡ്യൂറബിൾസിന്റെ കേസിൽ എസ് എന്ന് പറയുന്ന സൈൻ നെഗറ്റീവ് ആയിരിക്കും. കാരണം പാസ്റ്റ് സ്റ്റോക്ക് കൂടുതലാണ് എന്നുണ്ടെങ്കിൽ ഇന്നത്തെ പർച്ചേസ് കുറവായിരിക്കും അല്ലെ. അതുകൊണ്ട് എസിന്റെ കേസിൽ നെഗറ്റീവ് ആയിരിക്കും. കാരണം സ്റ്റോക്ക് കൂടുതലാണെങ്കിൽ ഇന്ന് കുറഞ്ഞ രീതിയിൽ പർച്ചേസ് ചെയ്താൽ മതി, കാരണം സ്റ്റോക്ക് ഉണ്ടല്ലോ. ഡ്യൂറബിൾസിന്റെ കേസിൽ അങ്ങനെയായിരിക്കും. ദ മോർ വി ഹാവ് of furniture, electrical appliance, etc., the less our demand for such commodities. നമ്മുടെ അടുത്ത് ഫർണിച്ചർ, ഇലക്ട്രിക്കൽ അപ്ലയൻസ്, ഡ്യൂറബിൾസ് നമ്മുടെ അടുത്ത് സ്റ്റോക്ക് ഉണ്ട് എന്നുണ്ടെങ്കിൽ ഇന്നത്തെ നമ്മുടെ അത്തരത്തിലുള്ള പർച്ചേസ് കുറവായിരിക്കും. അതുകൊണ്ട് തന്നെ പാസ്റ്റ് സ്റ്റോക്ക് എന്ന് പറയുന്നത് ഒരു നെഗറ്റീവ് ആയിട്ട് എവിടെ വരും? ഡ്യൂറബിൾസിന്റെ കേസിൽ വരും. പക്ഷേ the sign of the coefficient of S will be positive for non-durables. The higher our purchase of non-durables, the stronger our habit becomes. അല്ലെ, എസ് നോൺ ഡ്യൂറബിൾസിന്റെ കേസിൽ എങ്ങനെ വരും? പോസിറ്റീവ് ആയിട്ട് വരും. കാരണം നമ്മുടെ ഹാബിറ്റ് സ്ട്രോങ് ആണെന്നുണ്ടെങ്കിൽ, പാസ്റ്റ് ഹാബിറ്റ് എന്ന് പറയുന്നത് സ്ട്രോങ് ആണെന്നുണ്ടെങ്കിൽ ഇന്ന് നമ്മൾക്കത് കിട്ടിയേ തീരൂ. ആ ഒരു ലെവലിലേക്ക് എത്തുമ്പോൾ പാസ്റ്റ് ഹാബിറ്റ് എന്ന് പറയുന്നത് പോസിറ്റീവ് ആയിട്ടാണ് അഫക്ട് ചെയ്യുന്നത്. അതുകൊണ്ട് നോൺ ഡ്യൂറബിൾസിന്റെ കേസിൽ എസ് എന്ന് പറയുന്നത് പോസിറ്റീവ് ആയിരിക്കും. പാസ്റ്റ് ഹാബിറ്റ് പോസിറ്റീവ് ആയിട്ടാണ് ഇന്നത്തെ കൺസംഷനെ അഫക്ട് ചെയ്യുന്നത്. പക്ഷെ ഡ്യൂറബിൾസിന്റെ കേസിൽ സ്റ്റോക്ക് എന്ന് പറയുന്നത് നെഗറ്റീവ് ആയിട്ടാണ് ഇന്നത്തെ കൺസംഷനെ അഫക്ട് ചെയ്യുന്നത്. ഈ പ്രാഗ്മാറ്റിക് അപ്രോച്ച് പോലെ തന്നെ മറ്റൊരു റീസെന്റ് ഡെവലപ്മെന്റ് ആണ് ലീനിയർ എക്സ്പെൻഡിച്ചർ സിസ്റ്റം എന്ന് പറയുന്നത്. എന്താണ് ലീനിയർ എക്സ്പെൻഡിച്ചർ സിസ്റ്റം എന്ന് നോക്കാം. These are models which deal with a group of commodities rather than individual commodities. Individual commoditiesനെക്കാളും ഇത് എന്തിനെയാണ് ഡീൽ ചെയ്യുന്നത്? ഗ്രൂപ്പ് ഓഫ് കമ്മോഡിറ്റീസ്, ഒരു ഗ്രൂപ്പ് ഓഫ് കമ്മോഡിറ്റീസ് ആയിട്ടാണ് ഇത് ഡീൽ ചെയ്യുന്നത്. Such groups when added yield total consumer expenditure. ആ ഗ്രൂപ്പ്സിനെ ആഡ് ചെയ്യുമ്പോൾ ടോട്ടൽ കൺസ്യൂമർ എക്സ്പെൻഡിച്ചർ ഈൽഡ് ചെയ്യും. വൺ ഓഫ് ദി ഏർലിയസ്റ്റ് ലീനിയർ എക്സ്പെൻഡിച്ചർ മോഡൽ വാസ് സജസ്റ്റഡ് ബൈ ആർ സ്റ്റോൺ ഇൻ 1954. 1954 ആർ സ്റ്റോൺ ആണ് ഇത്തരത്തിലുള്ള ഒരു ഡെവലപ്മെന്റ്, ഇത്തരത്തിലുള്ള ഒരു മോഡൽ ഫസ്റ്റ് ആയിട്ട് മുന്നോട്ട് വെച്ചിട്ടുള്ളത്. ദ ലീനിയർ എക്സ്പെൻഡിച്ചർ സിസ്റ്റം LES ആർ യൂഷ്വലി ഫോർമുലേറ്റഡ് ഓൺ ദ ബേസിസ് ഓഫ് എ യൂട്ടിലിറ്റി ഫംഗ്ഷൻ. യൂട്ടിലിറ്റി ഫംഗ്ഷന്റെ ബേസിലാണ് ഇത് മെയിനായിട്ടും ഫോർമുലേറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ളത്. ഫ്രം വിച്ച് ഡിമാൻഡ് ഫംഗ്ഷൻസ് ആർ ഡിറൈവ്ഡ് ഇൻ ദ നോർമൽ വേ. നമ്മൾ നോർമൽ വേയിൽ തന്നെയാണ് എന്ത് ചെയ്തിട്ടുള്ളത്? ഡിമാൻഡ് ഫംഗ്ഷൻ ഡിറൈവ് ചെയ്തിട്ടുള്ളത്. ബൈ മാക്സിമൈസേഷൻ ഓഫ് ദ യൂട്ടിലിറ്റി ഫംഗ്ഷൻ സബ്ജക്ട് ടു എ ബജറ്റ് കൺസ്ട്രെയിൻറ്റ്. ബജറ്റ് കൺസ്ട്രെയിൻറ്റും അതുപോലെ തന്നെ യൂട്ടിലിറ്റി മാക്സിമൈസേഷൻ ഒക്കെ ഇവിടെ കൺസിഡർ ചെയ്യുന്നുണ്ട്. നമ്മുടെ ഇൻഡിഫറൻസ് കർവ് അപ്രോച്ച് പോലെ തന്നെയാണ് ലീനിയർ എക്സ്പെൻഡിച്ചർ സിസ്റ്റവും. മാക്സിമൈസേഷൻ ഓഫ് യൂട്ടിലിറ്റിയും അതുപോലെ തന്നെ നമ്മുടെ ബജറ്റ് കൺസ്ട്രെയിൻറ്റ്, അതായത് നമ്മുടെ ലിമിറ്റഡ് ഇൻകം, അതിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെയാണ് നമ്മൾ ഈ ഒരു ഡിമാൻഡ് ഫംഗ്ഷനും കൂടെ ഡിറൈവ് ചെയ്തിട്ടുള്ളത്. ഇൻ ദിസ് റെസ്പെക്ട് ദ അപ്രോച്ച് ഓഫ് LES ഇസ് ദ സെയിം ആസ് ദാറ്റ് ഓഫ് മോഡൽസ് ബേസ്ഡ് ഓൺ ഇൻഡിഫറൻസ് കർവ്. ഇൻഡിഫറൻസ് കർവിന്റെ മോഡൽസിനോട് സമാനമായിട്ടുള്ള അതേ രീതി തന്നെയാണ് LESനും, അതായത് ലീനിയർ എക്സ്പെൻഡിച്ചർ സിസ്റ്റത്തിനും ഉള്ളത്. However, LES differ in that they are applied to groups of commodities between which no substitution is possible. അതായത് ഇൻഡിഫറൻസ് കർവ് അപ്രോച്ചിൽ നിന്നും LESനുള്ള ഒരു ഡിഫറൻസ് എന്ന് പറയുന്നത് എന്താണ്? ഇത് അപ്ലൈ ചെയ്യുന്നത് ഗ്രൂപ്പ് ഓഫ് കമ്മോഡിറ്റീസിനായിരുന്നു. മറ്റേത്
സെപ്പറേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഇൻഡിവിജ്വൽ കമ്മോഡിറ്റീസിന്റെ കേസിലാണ് ഇൻഡിഫറൻസ് കർവ് അനാലിസിസ് നടത്തിയിട്ടുള്ളത്. എക്സ് വൈ എന്ന് പറയുന്ന ടു സിംഗിൾ കമ്മോഡിറ്റീസിന്റെ കേസിൽ എക്സ് എന്ന് പറയുന്ന ഒരു സിംഗിൾ കമ്മോഡിറ്റിയും വൈ എന്ന് പറയുന്ന ഒരു സിംഗിൾ കമ്മോഡിറ്റിയും. അപ്പം അവിടെ എന്തായിരുന്നു, സബ്സ്റ്റിറ്റ്യൂഷൻ പോസിബിൾ ആയിരുന്നു. പക്ഷെ ഇവിടെ എന്താണ്, ഗ്രൂപ്പ് ഓഫ് കമ്മോഡിറ്റീസിന്റെ കേസിലാണ്. ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഫുഡ് എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ്, ഡ്യൂറബിൾസ് എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ്, ലക്ഷറീസ് എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ്, അത്തരത്തിൽ കമ്മോഡിറ്റി, സിംഗിൾ കമ്മോഡിറ്റി എന്നുള്ളതിന് പകരം ഗ്രൂപ്പ് ഓഫ് കമ്മോഡിറ്റീസിന്റെ കേസിലാണ് ഇത് അപ്ലൈ ചെയ്തിരിക്കുന്നത്. മാത്രവുമല്ല ബിറ്റ്വീൻ ഈ ഒരു കമ്മോഡിറ്റീസിന്റെ അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പുകൾ തമ്മിൽ ഒരു സബ്സ്റ്റിറ്റ്യൂഷനും പോസിബിൾ അല്ല. ഫുഡും ഡ്യൂറബിൾസും അത് തമ്മിൽ ഒരു തരത്തിലുള്ള സബ്സ്റ്റിറ്റ്യൂഷനും പോസിബിൾ അല്ല. ഗ്രൂപ്പ് ഓഫ് കമ്മോഡിറ്റീസ് തമ്മിൽ ഒരു രീതിയിലുള്ള സബ്സ്റ്റിറ്റ്യൂഷനും ഇവിടെ പോസിബിൾ അല്ല. While the indifference curve approach is basically designed for handling commodities which are substitutes, which substitutes ആയിട്ടുള്ള കമ്മ്യൂണിറ്റീസിന്റെ കേസിലാണ് ഇൻഡിഫറൻസ് കർവ് അപ്രോച്ച് നമ്മൾ ഡിസൈൻ ചെയ്തിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ സബ്സ്റ്റിറ്റ്യൂഷൻ പോസിബിൾ അല്ല. ഇവിടെ ലീനിയർ എക്സ്പെൻഡിച്ചർ സിസ്റ്റത്തിന് കീഴിൽ സബ്സ്റ്റിറ്റ്യൂഷൻ പോസിബിൾ അല്ല. കാരണം അത് ഗ്രൂപ്പ് ഓഫ് കമ്മോഡിറ്റീസിനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. ഗ്രൂപ്പ് ഓഫ് കമ്മോഡിറ്റീസ് തമ്മിൽ ഒരിക്കലും സബ്സ്റ്റിറ്റ്യൂഷൻ പോസിബിൾ ആവില്ല. The very notion of an indifference curve is the substitutability of the commodities concerned. Actually, the indifference map of a LES would appear as in figure. ഇതുപോലെയാണ് LESന്റെ ഒരു ഫിഗർ എന്ന് പറയുന്നത്. നമ്മുടെ ഇൻഡിഫറൻസ് കർവ് കോംപ്ലിമെന്റ്സിന്റെ കാര്യത്തിൽ, കോംപ്ലിമെന്ററി ഗുഡ്സിന്റെ കാര്യത്തിൽ ഇതേ ഒരു സെയിം പിക്കായിരുന്നു കാണിച്ചിരുന്നത് അല്ലേ. കോംപ്ലിമെന്ററി ഗുഡ്സിന്റെ ഇൻഡിഫറൻസ് കർവ് ഈ ഒരു രീതിയിലാണ് വരുന്നത്. കാരണം സബ്സ്റ്റിറ്റ്യൂട്ടബിലിറ്റി ഇവിടെ നടക്കില്ല, സബ്സ്റ്റിറ്റ്യൂട്ടബിലിറ്റി പോസിബിൾ അല്ല. ഇതാണ് LESന്റെയും ഒരു ഫിഗർ. ഇങ്ങനെയാണ് LESനെ ഗ്രാഫിക്കലി റെപ്രസെന്റ് ചെയ്യുന്നത്. I1 എന്ന് പറയുന്ന ഒരു ഇൻഡിഫറൻസ് കർവ് പോലെ തന്നെയാണ് I1, I2, I3. It implying the non-substitutability of group of commodities. ഈ കമ്മോഡിറ്റീസ് തമ്മിൽ എന്തല്ല, സബ്സ്റ്റിറ്റ്യൂട്ടബിൾ അല്ല. ഈ ഫസ്റ്റ് ഗ്രൂപ്പ് ഓഫ് കമ്മോഡിറ്റീസിനെയാണ് ഇത് റെപ്രസെന്റ് ചെയ്യുന്നത്. സെക്കൻഡ് ഗ്രൂപ്പ് ഓഫ് കമ്മോഡിറ്റീസ്, തേർഡ് ഗ്രൂപ്പ് ഓഫ് കമ്മോഡിറ്റീസ്. ഈ ഗ്രൂപ്പ് ഓഫ് കമ്മോഡിറ്റീസ് തമ്മിൽ എന്തല്ല, ഒരിക്കലും സബ്സ്റ്റിറ്റ്യൂട്ടബിൾ അല്ല. പക്ഷെ വിത്തിൻ ഗ്രൂപ്പ് എന്താ ചെയ്യാൻ പറ്റും, ഈ ഒരു 1 എന്ന് പറയുന്ന ഈ ഒരു കമ്മോഡിറ്റീസിന്റെ ഗ്രൂപ്പിലുള്ള ഐറ്റംസിനെ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റും. പക്ഷെ ഗ്രൂപ്പുകൾ തമ്മിൽ ഒരിക്കലും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റില്ല. ഇപ്പൊ എക്സാമ്പിൾ ആയിട്ട് ഇത് റെപ്രസെന്റ് ചെയ്യുന്നത്, ഈ 1 എന്ന് പറയുന്ന റെപ്രസെന്റ് ചെയ്യുന്നത് ഫുഡ് ഐറ്റംസിനെയാണ്. അതിൽ വെജിറ്റബിൾസ് ഉണ്ടാവാം, പലതരത്തിലുള്ള ഫുഡ്സ് അല്ലെ, വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ്, അതുപോലെ തന്നെ ഫുഡ് ഗ്രെയിൻസ് എല്ലാം ഉണ്ടാവും, പലതരത്തിലുള്ള ഫുഡ്സ് ഉണ്ടാവും. അപ്പം ഈ ഫുഡ് സെക്കൻഡ് എന്ന് പറയുന്നത് നമ്മുടെ ഡ്യൂറബിൾ കമ്മോഡിറ്റീസ് ആണ്. അപ്പൊ അതിൽ ഫർണിച്ചേഴ്സ് ഉണ്ടാവാം, അതുപോലെ തന്നെ ഇലക്ട്രിക്കൽ അപ്ലയൻസസ് ഉണ്ടാവാം, അതുപോലുള്ള കാര്യങ്ങളാണ്. അപ്പൊ ഈ ഫുഡ് എന്ന് പറയുന്നതും ഈ ഒരു ഡ്യൂറബിൾസ്, ഇലക്ട്രിക്കൽ അപ്ലയൻസസ് അല്ലെങ്കിൽ ഫർണിച്ചറും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റില്ല. ഫുഡിന് പകരം നമുക്ക് നമ്മുടെ ഫർണിച്ചർ യൂസ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. അതുകൊണ്ടാണ് ഇത് ഗ്രൂപ്പുകൾ തമ്മിൽ സബ്സ്റ്റിറ്റ്യൂട്ടബിലിറ്റി പോസിബിൾ അല്ല എന്ന് പറയുന്നത്. പക്ഷെ ഗ്രൂപ്പിന്റെ അകത്ത് സബ്സ്റ്റിറ്റ്യൂട്ടബിലിറ്റി പോസിബിൾ ആണ്. നമുക്ക് വേണമെങ്കിൽ വെജിറ്റബിൾസ് ഉണ്ടാവാം, അതുപോലെ തന്നെ നോൺ വെജ് ഉണ്ടാവാം അല്ലെ. വെജിന് പകരം നമുക്ക് വേണമെങ്കിൽ നോൺ വെജ് യൂസ് ചെയ്യാം, നോൺ വെജിന് പകരം വെജ് യൂസ് ചെയ്യാം. അതുപോലുള്ള കാര്യങ്ങൾ ഗ്രൂപ്പിനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ടബിലിറ്റി പോസിബിൾ ആണ്. പക്ഷെ ബിറ്റ്വീൻ ഗ്രൂപ്പ്സ് എന്തല്ല, സബ്സ്റ്റിറ്റ്യൂട്ടബിലിറ്റി പോസിബിൾ അല്ല. The utility function is additive. Utility function എന്ന് പറയുന്നത് additive ആണ്. That is, total utility is the sum of the utilities derived from the various groups of commodities. ഈ various groups of commoditiesൽ നിന്നും ഡിറൈവ് ചെയ്യുന്ന യൂട്ടിലിറ്റിനെ ആഡ് ചെയ്തിട്ടാണ് ടോട്ടൽ യൂട്ടിലിറ്റി കാണുന്നത്. ഈ ഫസ്റ്റ് എന്ന് പറയുന്ന ഈ ഒരു ഫസ്റ്റ് ഗ്രൂപ്പിൽ നിന്നും കിട്ടുന്ന യൂട്ടിലിറ്റി പ്ലസ് സെക്കൻഡ് ഗ്രൂപ്പിൽ കിട്ടുന്ന യൂട്ടിലിറ്റി പ്ലസ് തേർഡ് ഗ്രൂപ്പിൽ നിന്നും കിട്ടുന്ന യൂട്ടിലിറ്റി, അങ്ങനെയാണ് ടോട്ടൽ യൂട്ടിലിറ്റിനെ ഇവിടെ കണക്കാക്കുന്നത്. ഓരോ സിംഗിൾ കമ്മോഡിറ്റിയിൽ നിന്നും ഡിറൈവ് ചെയ്യുന്ന യൂട്ടിലിറ്റിനെ അല്ല ആഡ് ചെയ്യുന്നത്, ഓരോ ഗ്രൂപ്പിൽ നിന്നും ഡിറൈവ് ചെയ്യുന്ന യൂട്ടിലിറ്റിനെയാണ് ആഡ് ചെയ്യുന്നത്. അതാണ് ഇൻഡിഫറൻസ് കർവിൽ നിന്നുള്ള ഡിഫറൻസ്. For example, assume that all the commodities bought by the consumers are grouped in 5 categories. ഒരു കൺസ്യൂമർ പർച്ചേസ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ ബൈ ചെയ്തിട്ടുള്ള ഐറ്റംസിനെ 5 ഗ്രൂപ്പ് ആക്കിയിട്ടുണ്ട്. ഇവിടെ എ എന്ന് പറയുന്നത് ഫുഡ് ആൻഡ് ബീവറേജസ് ആണ്, ബി എന്ന് പറയുന്നത് ക്ലോത്തിങ്, സി കൺസ്യൂമേഴ്സ് ഡ്യൂറബിൾസ്, ഡി ഹൗസ് ഹോൾഡ് ഓപ്പറേഷൻ എക്സ്പെൻസസ്, ഈ സർവീസസ്. അപ്പോൾ എ എന്ന് പറയുന്ന ഐറ്റം ഫുഡ് ആൻഡ് ബീവറേജസ്, അതുപോലെ 5 ഗ്രൂപ്പ് ആക്കിയിട്ടുണ്ട്. ഒരു കൺസ്യൂമറുടെ അദ്ദേഹം ബൈ ചെയ്തിട്ടുള്ള കമ്മോഡിറ്റീസിനെ 5 ഗ്രൂപ്പ് ആക്കിയിട്ടുണ്ട്. ഇതിന്റെ ടോട്ടൽ യൂട്ടിലിറ്റി എന്ന് പറയുന്നത് എങ്ങനെയാണ്, ഈ
സിഗ്മ യു ഐ എന്നാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. കാരണം ഇതിൽ നിന്നും എ എന്ന് പറയുന്ന ഗ്രൂപ്പിൽ നിന്നും കിട്ടിയിട്ടുള്ള യൂട്ടിലിറ്റി പ്ലസ് ബി എന്ന് പറയുന്ന ഗ്രൂപ്പിൽ നിന്നും കിട്ടിയിട്ടുള്ള യൂട്ടിലിറ്റി പ്ലസ് സി ഗ്രൂപ്പിൽ നിന്നും കിട്ടിയിട്ടുള്ള യൂട്ടിലിറ്റി പ്ലസ് ഡി ഗ്രൂപ്പിൽ നിന്നും കിട്ടിയിട്ടുള്ള യൂട്ടിലിറ്റി പ്ലസ് ഇ ഗ്രൂപ്പിൽ നിന്നും കിട്ടിയിട്ടുള്ള യൂട്ടിലിറ്റി, ഇങ്ങനെ 5 ഗ്രൂപ്പിൽ നിന്നും കിട്ടിയിട്ടുള്ള യൂട്ടിലിറ്റീസിനെയാണ് ടോട്ടൽ യൂട്ടിലിറ്റി ആയിട്ട് ഇവിടെ റെപ്രസെന്റ് ചെയ്യുന്നത്. അഡിറ്റിവിറ്റി ഇംപ്ലൈസ് ദാറ്റ് ദി യൂട്ടിലിറ്റീസ് ഓഫ് ദി വാരിയസ് ഗ്രൂപ്പ്സ് ആർ ഇൻഡിപെൻഡന്റ്, ദാറ്റ് ഈസ് that there is no possibility of substitution or complementarity between the groups A, B, C, D and E. ഇവിടെ various groups are independent. ഗ്രൂപ്പ്സ് എന്ന് പറയുന്നത് ഇൻഡിപെൻഡന്റ് ആണ്. കാരണം ഈ ഗ്രൂപ്പുകൾ തമ്മിൽ എന്ത് ചെയ്യാൻ പറ്റില്ല, സബ്സ്റ്റിറ്റ്യൂഷനോ കോംപ്ലിമെന്റാരിറ്റിയോ പോസിബിൾ അല്ല. നമുക്കറിയാം എ എന്ന് പറയുന്ന ഫുഡ് ആൻഡ് ബീവറേജസ് എന്ന് പറയുന്ന ഗ്രൂപ്പാണ്, ബി എന്ന് പറയുന്നത് ക്ലോത്തിങ് ആണ്. ഈ ക്ലോത്തിന് പകരം നമുക്ക് ഫുഡ് യൂസ് ചെയ്തിട്ട് കാര്യമുണ്ടോ? ഇല്ല, ഫുഡിന് പകരം ക്ലോത്തും യൂസ് ചെയ്തിട്ട് കാര്യമില്ല. അതുകൊണ്ടാണ് സബ്സ്റ്റിറ്റ്യൂട്ടബിലിറ്റി പോസിബിൾ അല്ല. ഈ ഓരോ ഗ്രൂപ്പ്സും ഇൻഡിപെൻഡന്റ് ആണെന്ന് പറയുന്നത്. ഗ്രൂപ്പ്സ് ഇൻഡിപെൻഡന്റ് ആണ്, ഗ്രൂപ്പ്സുകൾ തമ്മിൽ സബ്സ്റ്റിറ്റ്യൂട്ടബിലിറ്റി പോസിബിൾ അല്ല. In linear expenditure system, the commodities bought by the consumer are grouped in broad categories. Thus, each group must include all substitutes and complements. ഗ്രൂപ്പിന്റെ അകത്ത് എന്തുണ്ടാവാം, സബ്സ്റ്റിറ്റ്യൂട്ട്സും കോംപ്ലിമെന്റ്സും ഉണ്ടാവാം. പക്ഷെ സബ്സ്റ്റിറ്റ്യൂട്ടബിലിറ്റിയും കോംപ്ലിമെന്റാരിറ്റിയും ഗ്രൂപ്പുകൾ തമ്മിലാണ് സാധ്യമല്ലാത്തത്. ഗ്രൂപ്പിനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ടബിലിറ്റിയും കോംപ്ലിമെന്റാരിറ്റിയും സാധ്യമാവും. കാരണം നമ്മൾ നേരത്തെ പറഞ്ഞു ഫുഡ് ഐറ്റംസ് പലതുണ്ടാവാം അല്ലെ. വെജിന് പകരം നോൺ വെജ് യൂസ് ചെയ്യാം, നോൺ വെജിന് പകരം വെജ് യൂസ് ചെയ്യാം. അതൊക്കെ ആ ഗ്രൂപ്പിനകത്ത് വരുന്നത് ഫുഡ് ഐറ്റംസ് എന്ന് പറയുന്ന ആ ഒരു എ എന്ന് പറയുന്ന കാറ്റഗറിക്ക് അകത്ത് വരുന്നതാണ്. അതുകൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ടബിലിറ്റിയും കോംപ്ലിമെന്റാരിറ്റിയും ഗ്രൂപ്പുകൾക്ക് അകത്ത് പോസിബിൾ ആണ്, പക്ഷെ ഗ്രൂപ്പുകൾ തമ്മിലാണ് പോസിബിൾ അല്ലാത്തത്. In this way, substitution between groups is ruled out, but substitution can occur within each group. Each ഗ്രൂപ്പിനകത്തും സബ്സ്റ്റിറ്റ്യൂഷൻ ഒക്കർ ചെയ്യാൻ പറ്റും, പക്ഷെ ഗ്രൂപ്പുകൾ തമ്മിൽ ബിറ്റ്വീൻ ഗ്രൂപ്പ്സ് ആണ് ഈ ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ പോസിബിൾ അല്ലാത്തത്. ദ കൺസ്യൂമേഴ്സ് ബൈ സം മിനിമം ക്വാണ്ടിറ്റി ഫ്രം ഈച്ച് ഗ്രൂപ്പ് ഇറസ്പെക്റ്റീവ് ഓഫ് പ്രൈസസ്. അപ്പം ഈച്ച് ഗ്രൂപ്പിൽ നിന്നും എന്ത് ചെയ്യേണ്ടി വരും, ഒരു മിനിമം ക്വാണ്ടിറ്റി എങ്കിലും പർച്ചേസ് ചെയ്യേണ്ടി വരും അല്ലെ. അതിന് പ്രൈസ് ഒന്നും കൺസിഡർ ചെയ്യില്ല. അപ്പോൾ എ എന്ന് പറയുന്ന ഗ്രൂപ്പ് നമ്മൾ പറഞ്ഞു ഫുഡ് ആൻഡ് ബീവറേജസ് ആണ്. അതിൽ നിന്ന് നമുക്ക് മിനിമം ജീവിച്ചു പോകാനുള്ള ഫുഡ് നമ്മുടെ പ്രൈസ് നോക്കാതെ തന്നെ നമ്മൾ എന്ത് ചെയ്യും, പർച്ചേസ് ചെയ്യും. അതുപോലെ തന്നെ ക്ലോത്തിങ് എന്ന് പറയുന്നത് അത്യാവശ്യമാണ്. അപ്പം നമുക്ക് ക്ലോത്ത് എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ അത്യാവശ്യമായതുകൊണ്ട് തന്നെ മിനിമം ക്ലോത്തും നമ്മൾ പർച്ചേസ് ചെയ്യും. അതുപോലെ തന്നെ സി എന്ന് പറയുന്നതിനും ഡി എന്ന് പറയുന്നത് മിനിമം നമ്മുടെ ജീവിച്ചു പോകാനുള്ള ക്വാണ്ടിറ്റീസ് എല്ലാ ഗ്രൂപ്പിൽ നിന്നും നമ്മൾ പർച്ചേസ് ചെയ്യും. ദ മിനിമം ക്വാണ്ടിറ്റീസ് ആർ കോൾഡ് സബ്സിസ്റ്റൻസ് ക്വാണ്ടിറ്റീസ് ബിക്കോസ് ദേ ആർ ദ മിനിമം റിക്വയർമെന്റ്സ് ഫോർ കീപ്പിംഗ് ദി കൺസ്യൂമർ അലൈവ്. കൺസ്യൂമറിനെ ജീവിച്ചു പോകാനുള്ള മിനിമം ക്വാണ്ടിറ്റീസ് എല്ലാ ഗ്രൂപ്പിൽ നിന്നും പർച്ചേസ് ചെയ്യും. അതിന് റെസ്പെക്റ്റീവ് ഓഫ് ദെയർ പ്രൈസസ് ആണ്. അതിന്റെ പ്രൈസസ് ഒന്നും അതിനൊരു മാനദണ്ഡമല്ല. അപ്പൊ പ്രൈസ് നോക്കാതെ തന്നെ മിനിമം ക്വാണ്ടിറ്റീസ് എല്ലാ ഗ്രൂപ്പിൽ നിന്നും പർച്ചേസ് ചെയ്യും. കാരണം ആ മിനിമം ക്വാണ്ടിറ്റീസ് എന്ന് പറയുന്നത് കൺസ്യൂമറിന് ജീവിച്ചു പോകാനുള്ളതാണ്. അതുകൊണ്ട് ആ ഒരു ക്വാണ്ടിറ്റീസിനെയാണ്, ആ മിനിമം ക്വാണ്ടിറ്റീസിനെയാണ് സബ്സിസ്റ്റൻസ് ക്വാണ്ടിറ്റീസ് എന്ന് പറയുന്നത്. സബ്സിസ്റ്റൻസ് ക്വാണ്ടിറ്റീസ് എന്ന് പറയുന്നത് മിനിമം ക്വാണ്ടിറ്റീസ് ആണ്. കൺസ്യൂമർ മിനിമം പർച്ചേസ് ചെയ്യുന്ന ആ ഒരു ക്വാണ്ടിറ്റീസ്, ജീവിച്ചു പോവാന് അദ്ദേഹം പർച്ചേസ് ചെയ്യുന്ന ക്വാണ്ടിറ്റീസിനെയാണ് subsistence quantities എന്ന് പറയുന്നത്. The income left after the expenditure on the minimum quantities he covered is called allocated among the various groups on the basis of prices. പിന്നെ ഈ മിനിമം സബ്സിസ്റ്റൻസ് ക്വാണ്ടിറ്റീസ് അല്ലെ, മിനിമം ക്വാണ്ടിറ്റീസ് ആയിട്ടുള്ള സബ്സിസ്റ്റൻസ് ക്വാണ്ടിറ്റീസ് പർച്ചേസ് ചെയ്തതിന് ശേഷം വരുന്ന പ്രൈസ്, ശേഷം വരുന്ന ഇൻകം ഉണ്ടല്ലോ, ഈ സബ്സിസ്റ്റൻസ് ക്വാണ്ടിറ്റീസ് പർച്ചേസ് ചെയ്തതിന് ശേഷം അദ്ദേഹത്തിന്റെ കയ്യിൽ ഇൻകം ബാക്കി ഉണ്ടെങ്കിൽ ആ ഇൻകം എന്ത് ചെയ്യും, ബാക്കി വരുന്ന കമ്മോഡിറ്റീസിന്റെ ഇടയിൽ പ്രൈസിനനുസരിച്ച് അവരുടെ ഇഷ്ടവും അവരുടെ ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസസും എല്ലാം അനുസരിച്ച് അവരെന്ത് ചെയ്യും, അത് ഡിവൈഡ് ചെയ്യും. ദ ഇൻകം ഓഫ് ദി കൺസ്യൂമർ ഇസ് ദെയർഫോർ സ്പ്ലിറ്റ് ഇൻ ടു 2 പാർട്സ്. അതുകൊണ്ട് അവരുടെ ഒരു കൺസ്യൂമറുടെ ഇൻകം മെയിൻ ആയിട്ട് 2 പാർട്സ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യാം. ഏതൊക്കെയാണ്? ദ സബ്സിസ്റ്റൻസ് ഇൻകം എന്ന് പറയുന്നത് എന്താണ്? വിച്ച് ഈസ് സ്പെൻഡ് ഫോർ അക്വിസിഷൻ ഓഫ് ദി മിനിമം ക്വാണ്ടിറ്റീസ് ഓഫ് ദി വാരിയസ് കമ്മോഡിറ്റീസിന്റെ മിനിമം ക്വാണ്ടിറ്റീസ് പർച്ചേസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്യുന്ന ഇൻകത്തിനെയാണ് സബ്സിസ്റ്റൻസ് ഇൻകം എന്ന് പറയുന്നത്. ആ മിനിമം ജീവിച്ചു പോകാനുള്ള ക്വാണ്ടിറ്റീസ് എല്ലാ
കാറ്റഗറീസ് നിന്നും വാങ്ങിക്കണം. അതിനെയാണ് സബ്സിസ്റ്റൻസ് ഇൻകം. അത് വാങ്ങിക്കാൻ ഉപയോഗിക്കുന്ന ഇൻകത്തെയാണ് സബ്സിസ്റ്റൻസ് ഇൻകം എന്ന് പറയുന്നത്. ദെൻ ദ സെക്കൻഡ് കാറ്റഗറി എന്ന് പറയുന്നത് ദ സൂപ്പർ ന്യൂമററി ഇൻകം. സൂപ്പർ ന്യൂമററി ഇൻകം എന്ന് പറയുന്നത് ദ ഇൻകം ലെഫ്റ്റ് ആഫ്റ്റർ ദ മിനിമം എക്സ്പെൻഡിച്ചേഴ്സ് ആർ കവേർഡ്. മിനിമം എക്സ്പെൻഡിച്ചർ കവർ ചെയ്തിട്ട് ഈ സബ്സിസ്റ്റൻസ് ക്വാണ്ടിറ്റി വാങ്ങിയതിന് ശേഷം അല്ലെങ്കിൽ സബ്സിസ്റ്റൻസ് ഇൻകത്തിന് ശേഷം ബാക്കി വരുന്ന ഇൻകം ഉണ്ടല്ലോ, അതിനെയാണ് സൂപ്പർ ന്യൂമററി ഇൻകം എന്ന് പറയുന്നത്. ദ ക്രൂഷ്യൽ അസംഷൻ ഓഫ് ദിസ് മോഡൽ. ഈ ഒരു മോഡലിന്റെ ക്രൂഷ്യൽ അസംഷൻസ് എന്തൊക്കെയാണ്? റേഷണാലിറ്റി ഓഫ് ദി കൺസ്യൂമേഴ്സ്. ഫസ്റ്റ് എന്ന് പറയുന്നത് റേഷണാലിറ്റി തന്നെയാണ്. സെക്കൻഡ് വൺ അഡിറ്റിവിറ്റി ഓഫ് യൂട്ടിലിറ്റീസ്. യൂട്ടിലിറ്റീസ് എന്ന് പറയുന്നത് അഡിറ്റിവിറ്റി ആണ്. ദെൻ 0 ലെസ് ദാൻ ബി ലെസ് ദാൻ 1. ബി എന്ന് പറയുന്നത് എന്താണ്? MPC ആണ്. മാർജിനൽ പ്രൊപ്പൻസിറ്റി ടു കൺസ്യൂം എന്ന് പറയുന്നത് 0ക്കും 1നും ഇടയിലാണ്. ഇത്തരം കാര്യങ്ങളാണ് ലീനിയർ എക്സ്പെൻഡിച്ചർ സിസ്റ്റത്തിന് കീഴിൽ വരുന്നത്. ഇതൊക്കെയാണ് ന്യൂ ഡെവലപ്മെന്റ്സ് എന്ന് പറയുന്നത്. ഡിമാൻഡ് അനാലിസിസിന്റെ ന്യൂ ഡെവലപ്മെന്റ്സ് ആണ് നമ്മൾ ഇത്രയും ചർച്ച ചെയ്തിട്ടുള്ള കാര്യങ്ങൾ. പ്രൈസ് കൺസംഷൻ കർവ് ഓഫ് എ നോർമൽ ഗുഡ്. നോർമൽ ഗുഡിൻ്റെ കാര്യത്തിൽ പ്രൈസ് കൺസംഷൻ കർവ് എങ്ങനെയാണ് വരുന്നതെന്ന് നോക്കാം. അപ്പോൾ ഫസ്റ്റായിട്ട് നമുക്ക് വാട്ട് ഈസ് പ്രൈസ് കൺസംഷൻ കർവ് എന്ന് നോക്കാം. Price consumption curve or PCC indicates that various amounts of a commodity bought by a consumer when its price changes. അതായത് പ്രൈസ് ചേഞ്ചിനനുസരിച്ച്, പ്രൈസ് ചേഞ്ച് ചെയ്യുന്നതിനനുസരിച്ച് ഒരു കൺസ്യൂമർക്ക് വാങ്ങാൻ കഴിയുന്ന കമ്മോഡിറ്റികളുടെ അളവിനെയാണ് PCC അല്ലെങ്കിൽ പ്രൈസ് കൺസംഷൻ കർവ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. പ്രൈസ് ചേഞ്ച് അനുസരിച്ച് എത്ര ക്വാണ്ടിറ്റിയിൽ ആ കമ്മോഡിറ്റീനെ വാങ്ങിക്കാൻ കഴിയും എന്നുള്ളതാണ് PCC നമുക്ക് മുന്നിൽ കാണിക്കുന്നത്. ദി മാർഷലിയൻ ഡിമാൻഡ് കർവ് ഓൾസോ ഷോസ് ദ ഡിഫറെൻറ്റ് എമൗണ്ട്സ് ഓഫ് എ ഗുഡ് ഡിമാൻഡഡ് ബൈ ദി കൺസ്യൂമർ അറ്റ് വാരിയസ് പ്രൈസസ്. അതർ തിങ്സ് റിമൈൻസ് ദി സെയിം. നമുക്കറിയാം ഡിമാൻഡ് കർവ് അല്ലേ, മാർഷൽ അവതരിപ്പിച്ചിട്ടുള്ള ഡിമാൻഡ് കർവും എന്ത് തന്നെയാണ് നമുക്ക് കാണിച്ചു തരുന്നത്? വാരിയസ് പ്രൈസസിൽ അതർ തിങ്സ് റിമൈനിങ് സെയിം. അതർ തിങ്സ് കോൺസ്റ്റൻ്റ് ആയി നിലനിർത്തിയാൽ, മറ്റു എല്ലാ ഫാക്ടേഴ്സിനെയും കോൺസ്റ്റൻ്റ് ആക്കി നിലനിർത്തിയാൽ പ്രൈസിൽ ഉണ്ടാവുന്ന ചേഞ്ചസ് ക്വാണ്ടിറ്റി ഡിമാൻഡിൽ എത്ര ചേഞ്ച് വരുത്തുന്നു എന്നുള്ളതാണ് മാർഷലിൻ്റെ ഡിമാൻഡ് കർവും നമുക്ക് മുന്നിൽ കാണിച്ചു തരുന്നത്. ദി ബിലോ ഫിഗർ ഷോസ് ദി PCC ഓഫ് എ നോർമൽ ഗുഡ്. അപ്പം ഈ ഒരു PCC ഒരു നോർമൽ ഗുഡിൻ്റെ കാര്യത്തിൽ നമുക്കറിയാം, നോർമൽ ഗുഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രൈസ് കൂടുന്തോറും ക്വാണ്ടിറ്റി ഡിമാൻഡിൽ കുറവ് വരുന്ന കമ്മോഡിറ്റീസിനെയാണ് നോർമൽ ഗുഡ് എന്ന് പറയുന്നത്. ഇത്തരത്തിലുള്ള നോർമൽ ഗുഡിൻ്റെ കാര്യത്തിൽ എങ്ങനെയാണ് PCC കർവ് വരുന്നത് എന്നുള്ളത് ഒരു ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷനാണ് താഴെ തന്നിട്ടുള്ള ഫിഗർ കാണിക്കുന്നത്. ഈ ഫിഗറിനെ കുറച്ചും കൂടെ ഒരു എലാബറേറ്റ് ചെയ്തിട്ട് നമുക്ക് നെക്സ്റ്റ് സ്ലൈഡിൽ കാണിക്കാം. ഇവിടെ money is taken on the vertical axis in rupees and good X on the horizontal axis. ഈ മുകളിലത്തെ പോർഷന്, അപ്പർ പോർഷൻ കാണിക്കുന്നതാണ് എന്ത്? PCC. ലോവർ പോർഷൻ കാണിക്കുന്നത് എന്തിനെയാണ്? ഡിമാൻഡ് കർവ്. ഈ PCCയിൽ നിന്നും ഡിറൈവ് ചെയ്തിട്ടുള്ള ഡിമാൻഡ് കർവിനെയാണ് ഈ ഒരു ലോവർ പോർഷൻ കാണിക്കുന്നത്. അപ്പർ പോർഷനാണ് PCCനെ കാണിക്കുന്നത്. PCCയുടെ വേർട്ടിക്കൽ ആക്സിസിൽ മണീനെയാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. മണിയാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇൻകം എന്നും പറയാം. ഇനി ഗുഡ് എഗ്സ് ആണ് എന്തിൽ റെപ്രസെൻ്റ് ചെയ്യുന്നത്? ഹൊറിസോണ്ടൽ ആക്സിസിൽ. എക്സ് എന്ന് പറയുന്ന കമ്മോഡിറ്റിയുടെ അളവിനെയാണ് ഹൊറിസോണ്ടൽ ആക്സിസിൽ റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഇവിടെ PQ1 and PQ2 are the budget lines of the consumer on which are S and T are the equilibrium positions forming the PCC curve. അതായത് PQ1 and PQ2 എന്ന് പറയുന്ന 3 ബജറ്റ് ലൈൻ ഉണ്ട്. ഇവിടെ ഇനീഷ്യൽ ബജറ്റ് ലൈൻ ആയിട്ട് നമുക്ക് PQനെ കൺസിഡർ ചെയ്യാം. PQ ആണെന്ത്? ഇനീഷ്യൽ ബജറ്റ് ലൈൻ എന്ന് പറയുന്നത്. പിന്നീട് എന്ത് സംഭവിച്ചു? നമ്മൾ പറഞ്ഞു PCC എങ്ങനെയാണ് ഡിറൈവ് ചെയ്യുന്നത്? എന്താണ് PCC? പ്രൈസിൽ ഉണ്ടാകുന്ന ചേഞ്ചസ് ക്വാണ്ടിറ്റി ഡിമാൻഡിൽ എങ്ങനെയാണ് ചേഞ്ച് വരുത്തുന്നത്? അതാണ് ഏത് കാണിക്കുന്നത്? PCC കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെ PQ എന്ന് പറയുന്ന ബജറ്റ് ലൈനിൽ I1 എന്ന് പറയുന്ന ഇൻഡിഫറൻസ് കർവ് ടാൻജൻറ്റ് ചെയ്തിട്ട് R എന്ന് പറയുന്ന ഇക്വിലിബ്രിയം മേക്ക് ചെയ്യുന്നു അല്ലേ? ഇക്വിലിബ്രിയം എങ്ങനെയാണ് കൺസ്യൂമറുടെ ഇക്വിലിബ്രിയം സംഭവിക്കുന്നത്? ഇൻഡിഫറൻസ് കർവും ബജറ്റ് ലൈനും കൂടെ ടാൻജൻറ്റ് ചെയ്യുമ്പോഴാണ് ഇക്വിലിബ്രിയം സംഭവിക്കുന്നത്.
അങ്ങനെ R എന്ന പോയിന്റാണ് ഇനീഷ്യൽ ഇക്വിലിബ്രിയം എന്ന് പറയുന്നത്. അവിടെ എന്താണ് ഈ 1 യൂണിറ്റ് ആണ് എക്സ് എന്ന് പറയുന്ന കമ്മോഡിറ്റി പർച്ചേസ് ചെയ്തിരുന്നത്. എക്സ് എന്ന് പറയുന്ന കമ്മോഡിറ്റിയുടെ പ്രൈസ് ആ സമയത്ത് 5 ആയിരുന്നു. നമ്മൾ പറഞ്ഞു വെർട്ടിക്കൽ ആക്സിസിൽ മണിയാണ് കാണിക്കുന്നത്. 5 ആയിരുന്നു പ്രൈസ്. അപ്പോൾ ആ 5 എന്ന് പറയുന്ന പ്രൈസിൽ 1 യൂണിറ്റ് ആയിരുന്നു ആര് പർച്ചേസ് ചെയ്തിരുന്നത്? ആ ഒരു കൺസ്യൂമർ പർച്ചേസ് ചെയ്തിരുന്നത് R എന്ന പോയിന്റ്. ഇനി എന്ത് ചെയ്യാണ്? ഈ 5ൽ നിന്നും പ്രൈസ് കുറയാണ് ചെയ്യുന്നത്. ഈ പ്രൈസ് 5ൽ നിന്നും കുറയുമ്പോൾ എന്ത് സംഭവിക്കുന്നു? എക്സ് എന്ന് പറയുന്ന കമ്മോഡിറ്റിയുടെ പ്രൈസ് കുറയുമ്പോൾ എന്ത് സംഭവിക്കും? PQ എന്ന് പറയുന്ന നമ്മൾ നേരത്തെ പ്രൈസിലുണ്ടാവുന്ന ചേഞ്ച് എങ്ങനെയാണ് ബജറ്റ് ലൈനിൽ ചേഞ്ച് വരുത്തുന്നത് എന്ന് കഴിഞ്ഞ സെഷനിൽ നമ്മൾ കണ്ടിരുന്നു. എന്ത് സംഭവിക്കും? PQ എന്ന് പറയുന്ന ബജറ്റ് ലൈന് റൈറ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യും. എക്സ് ആക്സിസിൻ്റെ റൈറ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യും. കാരണം പ്രൈസ് കുറയുന്നു. അത് കാരണം എക്സ് എന്ന് പറയുന്ന കമ്മോഡിറ്റിയുടെ കൂടുതൽ അളവുകൾ വാങ്ങിക്കാൻ കഴിയും. അപ്പോൾ PQ1 എന്ന് പറയുന്ന ഒരു പുതിയ ഇക്വിലിബ്രിയം പോയിന്റ് അല്ലെ, PQ1 എന്ന് പറയുന്ന പുതിയ ബജറ്റ് ലൈൻ അവിടെ വരികയും എക്സ് എന്ന് പറയുന്ന കമ്മോഡിറ്റി കൂടുതൽ വാങ്ങിക്കാൻ കഴിയുന്നത് കൊണ്ട് തന്നെ പുതിയൊരു ഇൻഡിഫറൻസ് കർവ് അവിടെ രൂപം കൊള്ളുകയും I1 I2 എന്ന് പറയുന്ന പുതിയൊരു ഇൻഡിഫറൻസ് കർവ് അവിടെ രൂപം കൊള്ളുകയും PQ1 എന്ന് പറയുന്ന ന്യൂ ബജറ്റ് ലൈൻ I2 എന്ന് പറയുന്ന ന്യൂ ഇൻഡിഫറൻസ് കർവിനെ ടാൻജൻറ്റ് ചെയ്യുന്ന പോയിന്റ് പുതിയ ഇക്വിലിബ്രിയം പോയിൻ്റായിട്ട് എസ് എന്ന് പറയുന്ന ഈ പോയിന്റ് പുതിയ ഇക്വിലിബ്രിയം പോയിൻ്റായിട്ട് രൂപപ്പെടുകയും ചെയ്യുന്നു. അങ്ങനെയാണ് എന്ത് സംഭവിക്കുന്നത്? പുതിയ ഇക്വിലിബ്രിയം പോയിന്റ് സംഭവിക്കുന്നത്. വീണ്ടും എക്സ് എന്ന് പറയുന്ന കമ്മോഡിറ്റിയുടെ പ്രൈസ് കുറയുന്നു. അപ്പോൾ എന്ത് ചെയ്യുന്നു? ബജറ്റ് ലൈനെ വീണ്ടും റൈറ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നു. എക്സ് ആക്സിസിൽ മാത്രമേ ഷിഫ്റ്റ് ഉണ്ടാവുള്ളൂ. കാരണം എക്സ് എന്ന് പറയുന്ന കമ്മോഡിറ്റിയുടെ പ്രൈസിലാണ് ചേഞ്ച് വരുന്നത്. അതുകൊണ്ട് PQ3 ആയിട്ട് വീണ്ടും ബജറ്റ് ലൈനെ ഷിഫ്റ്റ് ചെയ്യുന്നു. PQ2 ആയിട്ട് വീണ്ടും ബജറ്റ് ലൈനെ ഷിഫ്റ്റ് ചെയ്യുന്നു. പുതിയൊരു ഇൻഡിഫറൻസ് കർവ് സംജാതമാവുന്നു. T എന്ന് പറയുന്ന ന്യൂ ഇക്വിലിബ്രിയം, ഒരു ഹയർ ഇക്വിലിബ്രിയം പോയിന്റ് അവിടെ ഉണ്ടാവുന്നു. അങ്ങനെ പ്രൈസ് ചേഞ്ച് അനുസരിച്ച് ഇക്വിലിബ്രിയം പോയിന്റും എന്ത് ചെയ്യുന്നുണ്ട്? മാറ്റം വരുന്നുണ്ട്. ഈ ഇക്വിലിബ്രിയം പോയിന്റിനെ എല്ലാം കൂട്ടിച്ചേർത്ത് വരയ്ക്കുന്ന രേഖയാണെന്ത്? കർവിനെയാണ് പ്രൈസ് കൺസംഷൻ കർവ് എന്ന് പറയുന്നത്. ഇതാണെന്ത്? പ്രൈസ് കൺസംഷൻ കർവ്. ഇതിൽ നിന്നും ആദ്യത്തെ ഇക്വിലിബ്രിയത്തിൽ നിന്നും നമ്മൾ ഓരോ ഇക്വിലിബ്രിയം പോയിന്റിൽ നിന്നും താഴെ പോയിന്റ് ഇട്ടിട്ട് എന്ത് ചെയ്യുന്നു? പുതിയൊരു ഡിമാൻഡ് കർവും വരയ്ക്കുന്നു. ഈ PCCയിൽ നിന്നും ഡിമാൻഡ് കർവും ഡിറൈവ് ചെയ്യുന്നു. ഇതാണ് ഒരു നോർമൽ ഗുഡിൻ്റെ PCC. നോർമൽ ഗുഡിൻ്റെ PCC എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കും? ഡൗൺവേർഡ് സ്ലോപ്പ് ആയിരിക്കും കാണിക്കുന്നത്. നെക്സ്റ്റ് കാണിക്കുന്നത് പ്രൈസ് കൺസംഷൻ കർവ് ഓഫ് എ ഗിഫൺ ഗുഡ്. നമ്മൾ നേരത്തെ PCC പ്രൈസ് കൺസംഷൻ കർവ് ഓഫ് എ നോർമൽ ഗുഡാണ് പറഞ്ഞിരുന്നത്. ഇവിടെ പ്രൈസ് കൺസംഷൻ കർവ് ഓഫ് എ ഗിഫൺ ഗുഡിൻ്റെ കാര്യത്തിൽ എങ്ങനെയാണ് പ്രൈസ് കൺസംഷൻ കർവ് PCC വരുന്നത് എന്ന് നോക്കാം. ഗിഫൺ ഗുഡ് എന്ന് പറയുന്നത് എന്ത് തരം ഗുഡാണ്? ലോ ഓഫ് ഡിമാൻഡിന് പാരഡോക്സിക്കൽ ആയിട്ടുള്ള ഒരു ഗുഡാണ് ഗിഫൺ ഗുഡ് എന്ന് പറയുന്നത്. കാരണം പ്രൈസ് കൂടുന്തോറും ക്വാണ്ടിറ്റി ഡിമാൻഡും എന്ത് ചെയ്യും? കൂടും. അല്ലെങ്കിൽ പ്രൈസ് കുറയും തോറും ക്വാണ്ടിറ്റി ഡിമാൻഡും കുറയുന്ന രീതിയിലുള്ള ഗുഡാണ് ഗിഫൺ ഗുഡ് എന്ന് പറയുന്നത്. പ്രൈസും ക്വാണ്ടിറ്റി ഡിമാൻഡും പോസിറ്റീവ് റിലേഷനാണ് ഗിഫൺ ഗുഡിൻ്റെ കാര്യത്തിൽ ഉണ്ടാവുന്നത്. നോക്കാം. ഇഫ് എക്സ് ഹാപ്പൻസ് ടു ബി എ ഗിഫൺ ഗുഡ് ദ ഡിമാൻഡ് കർവ് സ്ലോപ്സ് അപ്വേർഡ് ടു ദ റൈറ്റ്. നമുക്കറിയാം ഗിഫൺ ഗുഡിൻ്റെ കാര്യത്തിൽ ഡിമാൻഡ് കർവ് എന്ന് പറയുന്നത് അപ്വേർഡ് സ്ലോപ്ഡ് ആണ്. ഇറ്റ് ഈസ് പോസിറ്റീവ്ലി സ്ലോപ്പിംഗ് അല്ലെ, പോസിറ്റീവ്ലി സ്ലോപ്പിംഗ് ആയിട്ടുള്ള ഒരു കർവ് ആണ് എന്തിനുള്ളത്? ഗിഫൺ ഗുഡിന് ഉള്ളത്. എക്സ് ബീയിങ് എ ഗിഫൺ ഗുഡ് വെൻ ഇറ്റ്സ് പ്രൈസ് ഫോൾസ് ദ റിയൽ ഇൻകം ഓഫ് ദി കൺസ്യൂമർ ഇൻക്രീസസ്. അതായത് എക്സ് എന്ന് പറയുന്ന ഒരു ഗുഡ് അതൊരു ഗിഫൺ ഗുഡ് ആണ് എന്നുണ്ടെങ്കിൽ അതിൻ്റെ പ്രൈസ് കുറയുകയാണെങ്കിൽ എന്ത് ചെയ്യും? ആ ഒരു കൺസ്യൂമറുടെ കയ്യിൽ എക്സ് എന്ന് പറയുന്ന ഗുഡിൻ്റെ പ്രൈസ് കുറഞ്ഞാൽ എന്ത് ചെയ്യും? കൺസ്യൂമറുടെ കയ്യിലുള്ള ഇൻകം കൂടും, അല്ലെങ്കിൽ റിയൽ ഇൻകം കൂടും. ആസ് എ റിസൾട്ട് ഹി ഓർ ഷീ സ്പെൻഡ് ഹെർ ഓർ ഹിസ് ഇൻകം ഓൺ സുപ്പീരിയർ ഗുഡ്സ്. അപ്പം റിയൽ ഇൻകം കൂടുമ്പോൾ ആ കൺസ്യൂമർ എന്ത് ചെയ്യും? സുപ്പീരിയർ ഗുഡ് വാങ്ങിക്കുന്നതിന് വേണ്ടിയിട്ട് ആ ഒരു ഇൻകത്തെ യൂട്ടിലൈസ് ചെയ്യും. ആൻഡ് ബൈസ് ലെസ് ക്വാണ്ടിറ്റി ഓഫ് ദി ഗിഫൺ ഗുഡ് എക്സ്. ഈ എക്സ് എന്ന് പറയുന്ന ഗിഫൺ ഗുഡിൻ്റെ കുറവ് ക്വാണ്ടിറ്റിയെ ആര് വാങ്ങിക്കോളൂ? ആ ഒരു കൺസ്യൂമർ വാങ്ങിക്കോളൂ. കാരണം
നമ്മൾ പറഞ്ഞ പോലെ എക്സ് എന്ന് പറയുന്നത് ഒരു ഗിഫൺ ഗുഡാണ്. അപ്പം എക്സ് എന്ന് പറയുന്ന കമ്മോഡിറ്റിയുടെ പ്രൈസ് കുറഞ്ഞു. ആ സമയത്ത് എന്ത് ചെയ്തു? ആ ഒരു എക്സ് എന്ന് പറയുന്ന കമ്മോഡിറ്റി വാങ്ങിക്കണം എന്നുണ്ടെങ്കിൽ കുറച്ച് പൈസ ചിലവഴിച്ചാൽ മതി. അപ്പോൾ കൺസ്യൂമറിനെ സംബന്ധിച്ച് അത് സർപ്ലസ് ആണ്, ലാഭമാണ്. കൺസ്യൂമറിൻ്റെ കയ്യിലുള്ള ഇൻകം കൂടും അല്ലേ? ആ എക്സ് വാങ്ങിയിട്ട് ബാക്കിയുള്ള ഇൻകം കൂടും. ആ റിയൽ ഇൻകം അദ്ദേഹം എന്ത് ചെയ്യും? സുപ്പീരിയർ ഗുഡ് വാങ്ങിക്കുന്നതിന് വേണ്ടിയിട്ട്, അദ്ദേഹത്തിന് ഏറ്റവും സുപ്പീരിയർ എന്ന് തോന്നിക്കുന്ന ഗുഡ് വാങ്ങിക്കുന്നതിന് വേണ്ടി സ്പെൻഡ് ചെയ്യുകയും ഈ ഗിഫൺ ഗുഡിൻ്റെ വാങ്ങിക്കുന്ന അളവ് പ്രൈസ് കുറഞ്ഞാൽ കൂടി ഗിഫൺ ഗുഡിൻ്റെ ക്വാണ്ടിറ്റി കുറവ് വാങ്ങുകയും ചെയ്യും. അതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്? ഈ ഒരു പ്രൈസും ക്വാണ്ടിറ്റിയും ഒരേ ലെവലിലാണ് സഞ്ചരിക്കുന്നത് എന്ന് പറയുന്നത്. ഈ ഒരു ഫിഗർ കാണിക്കുന്നത് എന്താണ്? PCC, അപ്വേർഡ് സ്ലോപ്പിംഗ് ആയിട്ടുള്ള PCC ആണ് ഗിഫൺ ഗുഡിൻ്റെ കാര്യത്തിലുള്ളത്. അതുപോലെ അപ്വേർഡ് സ്ലോപ്പിംഗ് ആയിട്ടുള്ള ഒരു ഡിമാൻഡ് കർവുമാണ് ഗിഫൺ ഗുഡിൻ്റെ കാര്യത്തിൽ ഉള്ളത്. Point L is the locus of price quantity relationship when OA quantity of X is demanded at the OP1 price. അതായത് താഴെ പോർഷനാണ് എന്ത് കാണിക്കുന്നത്? ഡിമാൻഡ് കർവ്, ഗിഫൺ ഗുഡിൻ്റെ ഡിമാൻഡ് കർവ് കാണിക്കുന്നത്. ഇവിടെ നമുക്കറിയാം OP4 എന്ന് പറയുന്ന കുറഞ്ഞ പ്രൈസിൽ OQ എന്ന് പറയുന്ന അല്ലെങ്കിൽ OD എന്ന് പറയുന്ന കുറഞ്ഞ യൂണിറ്റ് മാത്രമേ, എക്സ് എന്ന് പറയുന്ന കമ്മോഡിറ്റിയുടെ കുറഞ്ഞ ചെറിയൊരു യൂണിറ്റ് മാത്രമേ ആ ഒരു കൺസ്യൂമർ പർച്ചേസ് ചെയ്യുന്നുള്ളൂ. ഇനി പ്രൈസ് P3 ആയിട്ട് കൂടിയാലോ? അപ്പോൾ ആ ഒരു കമ്മോഡിറ്റിയുടെ അളവ് കൂടുതൽ വാങ്ങിക്കുന്നു. ദെൻ OP2 ആയിട്ട് വീണ്ടും പ്രൈസ് കൂടിയാൽ കമ്മോഡിറ്റിയുടെ അളവ് വീണ്ടും കൂടുതൽ വാങ്ങിക്കുന്നു. അങ്ങനെ പ്രൈസ് കൂടുന്തോറും കമ്മോഡിറ്റിയുടെ അളവും കൂടുന്നു. അങ്ങനെയാണ് എന്ത് സംഭവിക്കുന്നത്? HGF എന്ന് പറയുന്ന അല്ലെ, FGHL എന്ന് പറയുന്ന ഈ പോയിന്റ്സ് എല്ലാം ജോയിൻ ചെയ്തിട്ടാണ് അപ്വേർഡ് സ്ലോപ്പിംഗ് ആയിട്ടുള്ള ഒരു ഡിമാൻഡ് കർവ് ഏതിന് ഡിറൈവ് ചെയ്തിട്ടുള്ളത്? ഗിഫൺ ഗുഡിൻ്റെ കാര്യത്തിൽ ഡിറൈവ് ചെയ്തിട്ടുള്ളത്. When we join these points of the demand curve DD1 is formed which slopes upward to the right showing a direct relationship between price and quantity demand. ഗിഫൺ ഗുഡിൻ്റെ കാര്യത്തിൽ പ്രൈസും ക്വാണ്ടിറ്റി ഡിമാൻഡും എന്താണ് കാണിക്കുന്നത്? ഒരു പോസിറ്റീവ് റിലേഷനാണ് കാണിക്കുന്നത്. അതുകൊണ്ടാണ് ഡിമാൻഡ് കർവ് അപ്വേർഡ് സ്ലോപ്പിംഗ് ആയിട്ടുള്ളത്. When the price is OP1 the amount of demanded is OA1. ഇവിടെ പ്രൈസ് OP1 ഹയർ ലെവൽ പ്രൈസിൽ OA എന്ന് പറയുന്ന ക്വാണ്ടിറ്റി ആര് പർച്ചേസ് ചെയ്യുന്നുണ്ട്? ആ ഒരു കൺസ്യൂമർ. ഗിഫൺ ഗുഡിൻ്റെ OA എന്ന് പറയുന്ന ക്വാണ്ടിറ്റി ഈ ഒരു ഹയർ OP1 എന്ന് പറയുന്ന പ്രൈസിൽ പർച്ചേസ് ചെയ്യുന്നുണ്ട്. ഇനി OP2 ആയിട്ട് പ്രൈസ് കുറയുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? ഈ ഒരു OB എന്ന് പറയുന്ന ക്വാണ്ടിറ്റിയാണ് ആര് പർച്ചേസ് ചെയ്യുന്നത്? ആ ഒരു കൺസ്യൂമർ പർച്ചേസ് ചെയ്യുന്നത്. അതായത് OP1 എന്ന് പറയുന്ന ഹയർ പ്രൈസിൽ OA എന്ന് പറയുന്ന ഹയർ ക്വാണ്ടിറ്റി പർച്ചേസ് ചെയ്യുന്നു. P2 ആയിട്ട് പ്രൈസ് കുറയുന്ന സമയത്ത് OB എന്ന് പറയുന്ന ക്വാണ്ടിറ്റിയാണ് ഗിഫൺ ഗുഡിൻ്റെ യൂണിറ്റ്സ് OB എന്ന് പറയുന്ന ക്വാണ്ടിറ്റി ആയിട്ട് പർച്ചേസ് ചെയ്യുന്നുള്ളൂ. അതായത് OAനേക്കാളും കുറവാണ് OB എന്ന് പറയുന്നത്. പ്രൈസ് കുറയുമ്പോൾ ക്വാണ്ടിറ്റിയും കുറയാണ് ചെയ്യുന്നത്. ഇനി OP3 ആയിട്ട് വീണ്ടും പ്രൈസ് കുറഞ്ഞാൽ OC ആയിട്ട് വീണ്ടും ക്വാണ്ടിറ്റി കുറയുന്നു. OP4 ആയിട്ട് പ്രൈസ് കുറയുമ്പോൾ OD ആയിട്ട് വീണ്ടും പ്രൈസ് കുറയുന്നു. ഇങ്ങനെ OA എന്ന് പറയുന്ന ക്വാണ്ടിറ്റി പർച്ചേസ് ചെയ്ത സമയത്ത് PQ1 എന്ന് പറയുന്ന ബജറ്റ് ലൈന് I1 എന്ന് പറയുന്ന ഇൻഡിഫറൻസ് കർവിനെ R എന്ന് പറയുന്ന പോയിന്റിൽ ടാൻജൻറ്റ് ചെയ്യുന്നു. അതാണ് ഇക്വിലിബ്രിയം. ദെൻ നെക്സ്റ്റ് P2 ആയിട്ട് പ്രൈസ് കുറയുമ്പോൾ PQ2 എന്ന് പറയുന്ന ന്യൂ ഇക്വിലിബ്രിയം പോയിന്റ്, ന്യൂ ബജറ്റ് ലൈൻ ഡിറൈവ് ചെയ്യുകയും I2 എന്ന് പറയുന്ന ഒരു ഹയർ ഇൻഡിഫറൻസ് കർവ് അവിടെ സംജാതമാവുകയും ഈ ഒരു I2 PQ2 തമ്മിൽ S എന്ന് പറയുന്ന പോയിന്റിൽ ടാൻജൻറ്റ് ചെയ്യുകയും ആ S എന്ന് പറയുന്ന പോയിന്റ് ഒരു ന്യൂ ഇക്വിലിബ്രിയം ആയിട്ട് മാറുകയും ചെയ്യുന്നു. ദെൻ U എന്ന് പറയുന്ന വേറൊരു ഇക്വിലിബ്രിയം പോയിന്റും ഉണ്ടാകുന്നു. ഹയർ ഇക്വിലിബ്രിയം പോയിന്റ് സംഭവിക്കുന്നു. പക്ഷേ എന്താണ്? X എന്ന് പറയുന്ന കമ്മോഡിറ്റിയുടെ അളവ് കുറവാണ് വാങ്ങിക്കുന്നത്. മറ്റൊരു കമ്മോഡിറ്റിയുടെ അളവിലാണ് അവർ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ സുപ്പീരിയർ ആയിട്ടുള്ള ഗുഡ് കൂടുതൽ വാങ്ങുകയും X എന്ന് പറയുന്ന
ഗിഫൺ ഗുഡിൻ്റെ അളവ് കുറവ് വാങ്ങുകയും ചെയ്യുന്നു. പക്ഷേ ഹയർ ഇക്വിലിബ്രിയവും ഹയർ ലെവൽ ഓഫ് സാറ്റിസ്ഫാക്ഷനുമാണ്. കാരണം ഹയർ ഇൻഡിഫറൻസ് കർവ് അവിടെ രൂപപ്പെടുന്നുണ്ട്. അതുകൊണ്ടാണ് ഇത്തരത്തിൽ ഉള്ള PCC എന്തായത് അപ്വേർഡ് സ്ലോപ്പിംഗ് അല്ലെങ്കിൽ ബാക്ക്വേർഡ് ബെൻഡിങ് ആയിട്ട് വന്നത്. അപ്പം ഗിഫൺ ഗുഡിൻ്റെ കാര്യത്തിൽ PCC എന്ന് പറയുന്നത് ബാക്ക്വേർഡ് ബെൻഡിങ് ആണ്. Income consumption curve. What is income consumption curve or ICC? Income consumption curve tries out the utility maximizing combinations of food and clothing associated with every income level. The income consumption curve slopes upward because the consumption of both the goods increases as income increases. Each demand curve is measured for a particular level of income. Any change in income must lead to a shift in the demand curve itself. അതായത് പ്രൈസ് കൺസംഷൻ കർവ് PCC എന്താണ് കാണിച്ചത്? പ്രൈസിൽ ഉണ്ടാവുന്ന ചേഞ്ചസ് കൺസംഷനെ എങ്ങനെ അഫക്റ്റ് ചെയ്യുന്നു, കൺസംഷനിൽ എന്തുതരം മാറ്റം വരുത്തുന്നു എന്നുള്ളതാണ് പ്രൈസ് കൺസംഷൻ കർവ് കാണിച്ചത്. അതുപോലെ തന്നെയാണ് ഇൻകം കൺസംഷൻ കർവും. ഇൻകത്തിലുണ്ടാവുന്ന ചേഞ്ചസ് കൺസംഷനിൽ എന്തുതരം മാറ്റമാണ് വരുത്തുന്നത്, ഇൻകത്തിലുണ്ടാവുന്ന ചേഞ്ചസ് ക്വാണ്ടിറ്റി ഡിമാൻഡിൽ എത്രത്തോളം ചേഞ്ച് വരുത്തുന്നു. ആ ഒരു ചേഞ്ചിനെയാണ് ICC അല്ലെങ്കിൽ ഇൻകം കൺസംഷൻ കർവ് കാണിക്കുന്നത്. നമുക്കറിയാവുന്ന പോലെ തന്നെ ഡിമാൻഡ് കർവ് ഇൻകത്തിലുണ്ടാവുന്ന ചേഞ്ച് ഡിമാൻഡ് കർവിനെയും ഷിഫ്റ്റ് ചെയ്യിപ്പിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ബജറ്റ് ലൈനിൻ്റെ കാര്യത്തിലും നമ്മൾ പറഞ്ഞിരുന്നു, ബജറ്റ് ലൈന് കംപ്ലീറ്റ്ലി എന്ത് ചെയ്യുന്നുണ്ട്, ഷിഫ്റ്റ് ചെയ്യുന്നുണ്ട്. ഇൻകത്തിലുണ്ടാവുന്ന ഏതൊരു ചേഞ്ചിനെയും ബജറ്റ് ലൈനിലും അതുപോലെ തന്നെ ഡിമാൻഡ് കർവിലും ഷിഫ്റ്റ് വരുത്തുന്നുണ്ട്. ഇവിടെ ഇൻകം കൺസംഷൻ കർവ് ഓഫ് എ നോർമൽ ഗുഡിൻ്റെ കാര്യത്തിൽ എങ്ങനെയാണ് ICC ഇൻകം കൺസംഷൻ കർവ് എങ്ങനെയാണെന്നാണ് കാണിക്കുന്നത്. ദി അപ്വേർഡ് സ്ലോപ്പിംഗ് ഇൻകം കൺസംഷൻ കർവ് ഇംപ്ലൈസ് ദാറ്റ് ആൻ ഇൻക്രീസ് ഇൻ ഇൻകം കോസസ് എ ഷിഫ്റ്റ് ടു ദി റൈറ്റ് ഇൻ ദി ഡിമാൻഡ് കർവ്. അതായത് നോർമൽ ഗുഡ് എന്ന് പറയുന്നത് ഇൻകം കൂടുന്തോറും കൺസംഷനും കൂടുന്ന ഗുഡാണ് നോർമൽ ഗുഡ് എന്ന് പറയുന്നത്. ഇൻകത്തിൻ്റെ കാര്യമെടുത്താൽ എന്താണ്, ഇൻകം കൂടുന്തോറും കൺസംഷനും കൂടും. പ്രൈസിൻ്റെ ബേസിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ നോർമൽ ഗുഡ് എന്ന് പറയുന്നത് പ്രൈസ് കൂടുന്തോറും ക്വാണ്ടിറ്റി ഡിമാൻഡ് കുറയും. അത്തരത്തിലാണ് നോർമൽ ഗുഡിനെ ഡിഫൈൻ ചെയ്യുന്നത്. ഇനി ഇവിടെ ICC കാണിക്കുന്നത് അപ്വേർഡ് സ്ലോപ്പിംഗ് ആണ്. അതായത് നോർമൽ ഗുഡിൻ്റെ ICC എന്താണ്, അപ്വേർഡ് സ്ലോപ്പിംഗ് ആണ്. ഇവിടെ ഗുഡ് എക്സും ഗുഡ് വൈ എന്ന് പറയുന്ന രണ്ട് കമ്മോഡിറ്റീസും എന്താണ്, നോർമൽ ഗുഡാണ്. എക്സ് ആക്സിസിൽ ഗുഡ് എക്സും വൈ ആക്സിസിൽ ഗുഡ് വൈയുമാണ് കാണിച്ചിട്ടുള്ളത്. ഇവിടെ ഇനീഷ്യൽ ബജറ്റ് ലൈൻ എന്ന് പറയുന്നത് AB ആണ്. ഈ സമയത്ത് IC1 എന്ന് പറയുന്ന ഇൻഡിഫറൻസ് കർവ് E1 എന്ന് പറയുന്ന ഒരു ഇക്വിലിബ്രിയം സൃഷ്ടിക്കുന്നു. ദെൻ എന്ത് ചെയ്യുന്നു, ഇൻകം ഡബിളായിട്ട് കൂടിയാൽ, കൺസ്യൂമറുടെ ഇൻകം ഡബിളായിട്ട് കൂടിയാൽ എന്ത് ചെയ്യുന്നു, AB എന്ന് പറയുന്ന ബജറ്റ് ലൈനിന് പാരലായിട്ട് A1 B1 എന്ന് പറയുന്ന ന്യൂ ബജറ്റ് ലൈന് എന്ത് ചെയ്യുന്നു, വരുന്നു അല്ലെങ്കിൽ ഡിറൈവ് ചെയ്യുന്നു. ഈ A1 B1 എന്ന് പറയുന്നത് ABക്ക് പാരലായതുകൊണ്ട് തന്നെ സ്ലോപ്പിൽ യാതൊരു വിധത്തിലുള്ള ചേഞ്ചും വരുന്നില്ല. ഇനി IC2 എന്ന് പറയുന്ന പുതിയൊരു ഇൻഡിഫറൻസ് കർവ് ഈ A1 B1 എന്ന് പറയുന്ന ന്യൂ ബജറ്റ് ലൈനിനെ ടാൻജൻറ്റ് ചെയ്തിട്ട് E2 എന്ന് പറയുന്ന ന്യൂ ഇക്വിലിബ്രിയം സൃഷ്ടിക്കുന്നു. അതുപോലെ തന്നെ ഇൻകം വീണ്ടും ഡബിൾ ആവുന്നതിനനുസരിച്ച് ബജറ്റ് ലൈന് പാരലായിട്ട് വീണ്ടും ഷിഫ്റ്റ് ചെയ്യുന്നു. E3 എന്ന് പറയുന്ന പുതിയൊരു ഇക്വിലിബ്രിയം പോയിന്റ് ഉടലെടുക്കുന്നു. എന്നിട്ട് ഈ ഇക്വിലിബ്രിയം പോയിന്റിനെ എല്ലാം യോജിപ്പിച്ചിട്ട് കമ്പൈൻ ചെയ്തിട്ട് വരയ്ക്കുന്ന കർവിനെയാണ് ഇൻകം കൺസംഷൻ കർവ് എന്ന് പറയുന്നത്. ഇവിടെ ഇൻകം ചേഞ്ചസ് എന്ന് പറയുന്നത് പ്രൊപ്പോർഷനേറ്റ് ആയതുകൊണ്ടാണ്. ഒരേ തരത്തിലാണ് ഇൻകം ചേഞ്ച് ചെയ്തത്. അതായത് ഇവിടുന്ന് 50 രൂപ കൂടി, വീണ്ടും 50 കൂടി, വീണ്ടും 50 കൂടി, അല്ലെങ്കിൽ 100 കൂടി, വീണ്ടും 100 കൂടി, അങ്ങനെ ഒരേ ഇൻകമാണ് കൂടി പോയത് എന്നുള്ളത് കൊണ്ടാണ് ICC എന്തായത്, സ്ട്രൈറ്റ് ലൈനായിട്ട് വന്നിട്ടുള്ളത്. ഗുഡ് എക്സ് ആൻഡ് ഗുഡ് വൈ നോർമൽ ഗുഡ്സ് ആവുമ്പോൾ ICC എന്താണ്, അപ്വേർഡ് സ്ലോപ്പിംഗ് ടെൻഡൻസിയാണ് കാണിക്കുന്നത്. പ്രൊപ്പോർഷനേറ്റ് ആണെങ്കിൽ അത് സ്ട്രൈറ്റ് ലൈൻ ആയിരിക്കും. പ്രൊപ്പോർഷനേറ്റ് അല്ല, ഇൻകം ചേഞ്ചസ് എന്ന് പറയുന്നത് പ്രൊപ്പോർഷനേറ്റ് അല്ല എന്നുണ്ടെങ്കിൽ അത് അപ്വേർഡ് സ്ലോപ്പിംഗ് തന്നെ ആയിരിക്കും. പക്ഷേ എന്തായിരിക്കണം എന്നില്ല, കറക്റ്റ് ഇതുപോലെ സ്ട്രൈറ്റ് ലൈൻ ആയിരിക്കണം എന്ന് ഇല്ല. ഇനി ICC ഓഫ് ആൻ ഇൻഫീരിയർ ഗുഡ്, ഇൻകം കൺസംഷൻ കർവ് ഓഫ് ആൻ ഇൻഫീരിയർ ഗുഡിൻ്റെ കാര്യത്തിൽ എന്താണ് ഇൻകം കൺസംഷൻ കർവ് എന്ന് നോക്കാം. ഇൻഫീരിയർ ഗുഡ് എന്ന് പറയുമ്പോൾ എന്താണ്, ഇൻകം കൂടുന്തോറും
കൺസംഷൻ കുറയുന്ന തരത്തിലുള്ള ഗുഡ്സുകളാണ് ഇൻഫീരിയർ ഗുഡ്സ് എന്ന് പറയുന്നത്. ദി ടേം ഇൻഫീരിയർ സിംപ്ലി മീൻസ് ദ കൺസംഷൻ ഫോൾസ് വെൻ ഇൻകം റൈസസ്. അല്ലേ, ഇൻകം റൈസ് ചെയ്യും തോറും കൺസംഷൻ ഫോൾ ചെയ്യുന്ന ഗുഡ്സ് ആണ് ഇൻഫീരിയർ ഗുഡ്സ് എന്ന് പറയുന്നത്. An increase in a person's income can lead to less consumption of one of the two goods being purchased. ഒരു കൺസ്യൂമറുടെ, ഒരു പേഴ്സൻ്റെ ഇൻകം കൂടുന്തോറും ആ കൺസ്യൂമറുടെ ഗുഡ് എന്ന് പറയുന്നത്, ആ കൺസ്യൂമർ പർച്ചേസ് ചെയ്യുന്ന ഗുഡ് എന്ന് പറയുന്ന ഗുഡിൻ്റെ അളവ് എന്ത് ചെയ്യും, കുറയും എന്നുള്ളതാണ് ഇൻഫീരിയർ ഗുഡിൻ്റെ കാര്യത്തിൽ സംഭവിക്കുന്നത്. Here, hamburger through a normal good between A and B becomes an inferior good when the income consumption curve bends backward between B and C. അതായത് ഹാംബർഗർ എന്ന് പറയുന്ന ഒരു ഗുഡിനെ ഇവിടെ ഒരു എന്തായിട്ടാണ് എടുത്തിട്ടുള്ളത്, നോർമൽ ഗുഡായിട്ടാണ് എടുത്തിട്ടുള്ളത്. നോർമൽ ഗുഡായിട്ട് എടുത്താൽ അത് എന്തായിരിക്കും, അപ്വേർഡ് സ്ലോപ്പിംഗ് ആയിരിക്കും ICC എന്ന് പറയുന്നത്. അറ്റ് ദ സെയിം ടൈം ഇവിടെ ഒരു ഇൻഫീരിയർ ഗുഡായിട്ടാണ് എടുത്തിട്ടുള്ളത് എങ്കിൽ അത് ഹാംബർഗർ എന്ന് പറയുന്നത് ഇൻഫീരിയർ ഗുഡ് ആണെങ്കിൽ അതെന്തായിരിക്കും, ബാക്ക്വേർഡ് ബെൻഡിങ് ടെൻഡൻസി ആയിരിക്കും കാണിക്കുന്നത്. ഷോസ് ദ ഇൻകം കൺസംഷൻ കർവ് ഫോർ ആൻ ഇൻഫീരിയർ ഗുഡ്. അതാണ് ആ ബാക്ക്വേർഡ് ബെൻഡിങ് ടെൻഡൻസി ആയിരിക്കും ആ ഒരു ഇൻഫീരിയർ ഗുഡ് കാണിക്കുന്നത്. ഫോർ റിലേറ്റീവ്ലി ലോ ലെവൽസ് ഓഫ് ഇൻകം ബോത്ത് ഹാംബർഗർ ആൻഡ് സ്റ്റീക്ക് ആർ നോർമൽ ഗുഡ്സ്. ആസ് ഇൻകം റൈസസ് ഹൗവർ ദ ഇൻകം കൺസംഷൻ കർവ് ബെൻസ് ബാക്ക്വേർഡ്. നമുക്ക് നോക്കാം ഈ ഒരു ഇൻഫീരിയർ ഗുഡ് എന്ന് പറയുന്ന കമ്മോഡിറ്റിയുടെ ICC ഏത് രൂപത്തിലാണെന്ന് നോക്കാം. ഇവിടെ ഇൻഫീരിയർ ഗുഡിൻ്റെയും അതുപോലെ തന്നെ ഒരു നോർമൽ ഗുഡിൻ്റെയും ICCനെയാണ് കാണിക്കുന്നത്. ദിസ് ഷിഫ്റ്റ് ഇസ് ഒക്കേഴ്സ് ബിക്കോസ് ഹാംബർഗർ ഹാസ് ബിക്കം ആൻ ഇൻഫീരിയർ ഗുഡ്. ഇറ്റ്സ് കൺസംഷൻ ഹാസ് ഫോളൻ ആസ് ഇൻകം ഹാസ് ഇൻക്രീസ്ഡ്. അതായത് നോക്കുക, ഫസ്റ്റ് B2 എന്ന് പറയുന്ന ബജറ്റ് ലൈന് I2 എന്ന് പറയുന്ന ഒരു ഇൻഡിഫറൻസ് കർവ് എന്ത് ചെയ്യുന്നു, R എന്ന് പറയുന്ന പോയിന്റിൽ ടാൻജൻ ചെയ്യുന്നു. R എന്ന് പറയുന്ന പോയിന്റ് ഇക്വിലിബ്രിയമായിട്ട് മാറുന്നു. ഇനി എന്ത് ചെയ്യുന്നു, ഇൻകം, കൺസ്യൂമറുടെ ഇൻകം കൂടുന്നു. B2 എന്ന് പറയുന്ന ബജറ്റ് ലൈന് B3 ആയിട്ട് ഷിഫ്റ്റ് ചെയ്യുന്നു. B3 ആയിട്ട് റൈറ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നു. ന്യൂ ഇൻഡിഫറൻസ് കർവ് I3 എന്ന് പറയുന്ന ഇൻഡിഫറൻസ് കർവ് ഈ ന്യൂ ബജറ്റ് ലൈൻ ആയിട്ടുള്ള B3നെ S എന്ന് പറയുന്ന പോയിന്റിൽ ടാൻജൻ ചെയ്യുന്നു. S എന്ന് പറയുന്ന പോയിന്റാണ് എന്ത്, ഇക്വിലിബ്രിയം പോയിന്റ് എന്ന് പറയുന്നത്. ഈ Rൽ നിന്നും Sലേക്കുള്ള ഈ ഒരു ഷിഫ്റ്റ് എന്ന് പറയുന്നത് എന്താണ്, ഒരു നോർമൽ ഗുഡിൻ്റെ കാര്യത്തിൽ സംഭവിക്കുന്നതാണ്. കാരണം ഇൻകം കൂടിയപ്പോൾ U2 എന്ന് പറയുന്ന ക്വാണ്ടിറ്റി ആയിരുന്നു X എന്ന് പറയുന്ന കമ്മോഡിറ്റി പർച്ചേസ് ചെയ്തിരുന്നത്. X എന്ന് പറയുന്ന കമ്മോഡിറ്റിയുടെ U2 അളവായിരുന്നു പർച്ചേസ് ചെയ്തിരുന്നത്. ഇൻകം കൂടിയ സമയത്ത് അത് U3 ആയിട്ട് വർദ്ധിച്ചു. അപ്പോൾ ഇതൊരു നോർമൽ കമ്മോഡിറ്റിയുടെ കേസാണ്. പക്ഷേ പിന്നീട് എന്ത് ചെയ്തു, B3 എന്ന് പറയുന്ന ബജറ്റ് ലൈൻ വീണ്ടും കൺസ്യൂമറുടെ ഇൻകം കൂടിയപ്പോൾ B3 എന്ന് പറയുന്ന ബജറ്റ് ലൈന് B4 ആയിട്ട് വീണ്ടും റൈറ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. ആ സമയത്ത് ഒരു ന്യൂ ഇൻഡിഫറൻസ് കർവ് I4 എന്ന് പറയുന്ന ന്യൂ ഇൻഡിഫറൻസ് കർവ് എന്തിനെ ടാൻജൻ ചെയ്തു, B4 എന്ന് പറയുന്ന ന്യൂ ബജറ്റ് ലൈനിനെ P എന്ന് പറയുന്ന പോയിന്റിൽ ടാൻജൻ ചെയ്തു. P എന്ന് പറയുന്ന ഒരു പുതിയ ഇക്വിലിബ്രിയം പോയിന്റ് ഉണ്ടായി. ഈ Sൽ നിന്നും Pയിലേക്കുള്ള ഷിഫ്റ്റ് നോക്കണം. ഇൻകം കൂടിയാൽ X എന്ന് പറയുന്ന കമ്മോഡിറ്റിയുടെ അളവ് അല്ലെ, രണ്ട് കമ്മോഡിറ്റിയുടെ അളവും വർദ്ധിക്കുകയാണ് ചെയ്യേണ്ടത്. പക്ഷെ ഇവിടെ എന്ത് സംഭവിച്ചു, X എന്ന് പറയുന്ന U3 എന്ന് പറയുന്ന ക്വാണ്ടിറ്റി വാങ്ങിയിരുന്നത് U4 ആയിട്ട് കുറയാണ് ചെയ്തത്. അതായത് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്, X എന്ന് പറയുന്ന കമ്മോഡിറ്റി ഒരു ഇൻഫീരിയർ ഗുഡ് ആയതുകൊണ്ടാണ് ആ കമ്മോഡിറ്റിയുടെ കുറഞ്ഞ അളവ് ആ ഒരു കൺസ്യൂമർ പർച്ചേസ് ചെയ്തത്. അപ്പോൾ ഈ S എന്ന് പറയുന്ന ഈ ഒരു പോർഷൻ എന്തിനെ കാണിക്കുന്നു, നോർമൽ ഗുഡിൻ്റെ ICC കാണിക്കുമ്പോൾ ഈ SP എന്ന് പറയുന്ന ഈ ഒരു പോർഷൻ, ഈ ഒരു ബാക്ക്വേർഡ് വെൻഡിങ് പോർഷൻ എന്തിനെ കാണിക്കുന്നു, ഇൻഫീരിയർ ഗുഡിൻ്റെ ICC കാണിക്കുന്നു. ഇതിൽ നിന്നും നമ്മൾ മനസ്സിലാക്കേണ്ടത് ആപ്വേർഡ് സ്ലോപ്പിംഗ് ആയിട്ടുള്ള ICC കർവ് എന്തിൻ്റെ കാര്യത്തിൽ, നോർമൽ ഗുഡിൻ്റെ കാര്യത്തിൽ വരുന്നു. എന്നാൽ ബാക്ക്വേർഡ് വെൻഡിങ് ആയിട്ടുള്ള ഒരു ICC കർവ് ആയിരിക്കും ഇൻഫീരിയർ ഗുഡിൻ്റെ കാര്യത്തിൽ സംഭവിക്കുന്നത് എന്നുള്ളതാണ്. ഇനി ഇവിടെ നോക്കാം, ഇത് കാണിക്കുന്നത് എന്താണ്, ഡിഫറെൻ്റ് ആയിട്ടുള്ള കമ്മോഡിറ്റീസിൻ്റെ ICCനെയാണ് കാണിക്കുന്നത്. ഇവിടെ നോക്കുക, ഈ ഒറിജിനിലൂടെ പാസ് ചെയ്യുന്ന ഈ ഒരു സ്ട്രൈറ്റ് ലൈൻ കാണിക്കുന്നത് എന്തിനെയാണ്, രണ്ട് ഗുഡും
എക്സ് എന്ന് പറയുന്ന ഗുഡും വൈ എന്ന് പറയുന്ന രണ്ട് ഗുഡും നോർമൽ ഗുഡാണെങ്കിൽ ICC എങ്ങനെയായിരിക്കും? ഇതുപോലെ ആയിരിക്കും, സ്ട്രൈറ്റ് ലൈൻ ആയിട്ട് അപ്വേർഡ് സ്ലോപ്പിംഗ് ആയിരിക്കും. അതാണ് ഈ ഒരു ICCനെ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യണം. ഇത്തരത്തിലൊരു കേർവ് തന്നാൽ ഇത് എന്തിനെ കാണിക്കുന്നു? രണ്ട് ഗുഡും നോർമൽ ഗുഡാണ് എന്നുള്ളതാണ് ഇതിനർത്ഥം. ഇനി ഈ ഒരു കേർവ് കാണിക്കുന്ന ബാക്ക്വേർഡ് വെൻഡിങ് ആയിട്ടുള്ള അല്ലെങ്കിൽ മുകളിലേക്ക് ചെരിഞ്ഞ് വൈ ആക്സിസിനോട് എന്തായിട്ടുള്ളത് കോൺകേവ് ഷേപ്പാണ് കാണിക്കുന്നത്. വൈ ആക്സിസിൽ നിന്ന് നോക്കുമ്പോൾ ഈ ഒരു കർവ് കോൺകേവ് ഷേപ്പാണ് കാണിക്കുന്നത്. അതെന്താണ്? ഇത്തരത്തിലുള്ള ഒരു ICC ഏത് തരം ICCനെയാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്? ഏത് തരം ഗുഡ്സിനെയാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്? എക്സ് എന്ന് പറയുന്ന ഇത്തരം കമ്മോഡിറ്റിയുടെ കേസിൽ എക്സ് ഈസ് നെസസിറ്റി. എക്സ് എന്ന് പറയുന്ന ഗുഡ് നെസസറിയും വൈ എന്ന് പറയുന്ന ഗുഡ് ലക്ഷറിയും ആയിരിക്കും. അത്തരം കേസിൽ എന്തായിരിക്കും? വൈ ആക്സിസിൽ നിന്നും നോക്കുമ്പോൾ ഒരു കോൺകേവ് ഷേപ്പ് കാണിക്കുന്ന ICC ആയിരിക്കും ഉണ്ടായിരിക്കുന്നത്. ഇനി എക്സ് ആക്സിസിൽ നിന്നും നോക്കുമ്പോൾ കോൺകേവ് ഷേപ്പ് കാണിക്കുന്ന ICC ഏത് തരം ഗുഡ്സിനെയാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്? അതിന് ഓപ്പോസിറ്റ് ആയിരിക്കും. എക്സ് എന്ന് പറയുന്ന ഗുഡ് ലക്ഷറിയും വൈ എന്ന് പറയുന്ന ഗുഡ് നെസസറി ഗുഡുമായിരിക്കും. 3 തരത്തിലുള്ള ICCനെയും എന്ത് ചെയ്യണം? ഐഡൻറ്റിഫൈ ചെയ്യാൻ മനസ്സിലാക്കി വെക്കണം. ഇനി ഇത് റെപ്രസെൻ്റ് ചെയ്യുന്നത് മറ്റൊരു തരത്തിലുള്ള ICCനെയാണ്. അതായത് ഗുഡ് എക്സ് ഈസ് എ നോർമൽ ഗുഡ്. എക്സ് എന്ന് പറയുന്ന കമ്മോഡിറ്റി നോർമൽ കമ്മോഡിറ്റിയാണ്. പക്ഷേ ഗുഡ് വൈ ഈസ് ആൻ ന്യൂട്രൽ ഗുഡ്. ഗുഡ് വൈ എന്ന് പറയുന്നത് ന്യൂട്രൽ ആയിരിക്കും. ന്യൂട്രൽ എന്ന് പറയുമ്പോൾ എക്സിൻ്റെ ഇൻകം കൂടും തോറും ബഡ്ജറ്റ് ലൈൻ ഷിഫ്റ്റ് ചെയ്യുന്നു. അതുപോലെ തന്നെ ന്യൂ ഇൻഡിഫറൻസ് കർവ്, ഹയർ ഇൻഡിഫറൻസ് കർവുകൾ വരുന്നു, ഹയർ ഇക്വിലിബ്രിയം പോയിന്റുകൾ വരുന്നു. എക്സ് എന്ന് പറയുന്ന കമ്മോഡിറ്റിയുടെ അളവ് കൂടി വരുന്നുണ്ട് അല്ലേ? ആദ്യം OX1 ആയിരുന്നു, പിന്നീട് OX2 ആയിട്ട് കൂടി, പിന്നീട് OX3 ആയിട്ട് കൂടി. പക്ഷേ വൈ എന്ന് പറയുന്ന കമ്മോഡിറ്റിയുടെ അളവിൽ യാതൊരു വിധത്തിലുള്ള മാറ്റവും ഇവിടെ സംഭവിക്കുന്നില്ല. OY1 എന്ന് പറയുന്ന ക്വാണ്ടിറ്റി തന്നെയാണ് ആര് പർച്ചേസ് ചെയ്യുന്നത്? ആ ഒരു കൺസ്യൂമർ പർച്ചേസ് ചെയ്യുന്നത്. അത്തരം ഗുഡുകളാണ് ന്യൂട്രൽ ഗുഡുകൾ എന്ന് പറയുന്നത്. ന്യൂട്രൽ ഗുഡ്സ് ഇൻകത്തിലുണ്ടാവുന്ന ഒരു ചേഞ്ചും എന്തിനെ അഫക്റ്റ് ചെയ്യില്ല? ക്വാണ്ടിറ്റീനെ അഫക്റ്റ് ചെയ്യില്ല, കൺസംഷനെ അഫക്റ്റ് ചെയ്യില്ല. അത്തരം ഗുഡുകളാണ് ന്യൂട്രൽ ഗുഡ് എന്ന് പറയുന്നത്. അപ്പം എക്സ് ആക്സിസിന് പാരലൽ ആയിട്ടുള്ള ICC ആണ് കാണിക്കുന്നതെങ്കിൽ, കർവാണ് കാണിക്കുന്നതെങ്കിൽ അത്തരം ICC എന്തിനെ റെപ്രസെൻ്റ് ചെയ്യുന്നു? വൈ എന്ന് പറയുന്ന കമ്മോഡിറ്റി ന്യൂട്രൽ ആണ് എന്നുള്ളതാണ് അതിന് അർത്ഥം. എക്സ് എന്ന് പറയുന്ന കമ്മോഡിറ്റി നോർമൽ ആയിരിക്കും, വൈ എന്ന് പറയുന്ന കമ്മോഡിറ്റി ന്യൂട്രൽ ആയിരിക്കും. നെക്സ്റ്റ് ഇവിടെ നോക്കുക. ഇതിൽ നിന്നും നമ്മൾ ഇത്രയും പറഞ്ഞ ICCയിൽ നിന്നും ഐഡൻറ്റിഫൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് കൊടുത്തിട്ടുള്ളതാണ്. ഇതെന്തിനെ കാണിക്കുന്നു? ICC3 എന്ന് പറയുന്നത് എന്തിനെ കാണിക്കുന്നു? ICC3 എന്ന് പറയുന്നത് രണ്ട് ഗുഡും നോർമൽ ആകുന്ന കേസാണ്. ICC5 എന്ന് പറയുന്നതോ? ICC5 എന്ന് പറയുന്നത് എക്സ് എന്ന് പറയുന്ന ഗുഡ് ലക്ഷറി ആയിരിക്കും, വൈ എന്ന് പറയുന്ന ഗുഡ് നെസസിറ്റി ആയിരിക്കും. ദെൻ ICC1 എന്തിനെ കാണിക്കുന്നു? വൈ എന്ന് പറയുന്ന ഗുഡ് ലക്ഷറി ആയിരിക്കും, എക്സ് എന്ന് പറയുന്ന ഗുഡ് നെസസറി ആയിരിക്കും. ഇത് ICC4 എന്തിനെ കാണിക്കുന്നു? വൈ എന്ന് പറയുന്ന ഗുഡ് ന്യൂട്രൽ ആയിരിക്കും. ICC2 എന്തിനെ കാണിക്കുന്നു? എക്സ് എന്ന് പറയുന്ന ഗുഡ് ന്യൂട്രൽ ആയിരിക്കും. അപ്പോൾ ഈ ഒരു ഫിഗേഴ്സ് ഒന്ന് ഐഡൻറ്റിഫൈ ചെയ്ത് വെക്കുക. ഇവിടെ ഇത്തരത്തിലൊരു ഫിഗർ തന്നിട്ടും എന്ത് ചെയ്യാം? നമ്മോട് ഐഡൻറ്റിഫൈ ചെയ്യാൻ ചോദിക്കാം. അപ്പോൾ ഫസ്റ്റ് വൺ സുപ്പീരിയർ എക്സ് എന്ന് പറയുന്ന എ എന്ന് പറയുന്ന ഈ ഒരു പാർട്ട് എന്തിനെ കാണിക്കുന്നു? ഈ എക്സ് ആക്സിസിൽ കൊടുത്തിട്ടുള്ള എക്സ് എന്ന് പറയുന്ന ഗുഡ് സുപ്പീരിയറും വൈ എന്ന് പറയുന്ന ഗുഡ് നെസസറി ഗുഡുമാണ് എന്നാണ് കാണിക്കുന്നത്. കാരണം നെസസറി ഗുഡിൻ്റെ അളവ് ഒരു പരിധി വരെ ഇൻക്രീസ് ചെയ്യും, പിന്നീട് അങ്ങോട്ട് എന്ത് ചെയ്യില്ല? നെസസറി ഗുഡിനെ അധികം വാങ്ങിക്കില്ല. അതുകൊണ്ട് അതെന്തായിരിക്കും? സ്ട്രൈറ്റ് ലൈൻ ആയിരിക്കും. ഇപ്പം എക്സ് എന്ന് പറയുന്ന ഗുഡ് സുപ്പീരിയർ ആണ്, അതുകൊണ്ട് കൂടുതൽ വാങ്ങിക്കും. പക്ഷെ വൈ എന്ന് പറയുന്നത് OR വരെ രണ്ട് ഗുഡിൻ്റെയും കൂടുതൽ അളവുകൾ വാങ്ങിച്ചിരുന്നു. പക്ഷേ ആറിന് ശേഷം വൈ എന്ന് പറയുന്ന കമ്മോഡിറ്റിയുടെ അളവ് ഈക്വൽ ആയിട്ടാണ് വാങ്ങിക്കുന്നത്. കാരണം വൈ എന്ന് പറയുന്ന ഗുഡ് നെസസറി ഗുഡാണ്, അധികം ആവശ്യമില്ല.
അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ICC ഇതിന് വരാൻ കാരണം. ഇൻകം കൂടിയാലും നെസസറി ഗുഡിൻ്റെ അളവ് വലിയ വിധത്തിലുള്ള മാറ്റമൊന്നും വരില്ല. ആവശ്യത്തിന് മാത്രമേ നെസസറി ഗുഡ് വാങ്ങിക്കുള്ളൂ എന്നുള്ളതാണ് അതിനർത്ഥം. അതുകൊണ്ട് തന്നെ ആദ്യം ഇൻക്രീസിങ് പോർഷനും പിന്നീട് സ്ട്രേറ്റ് ലൈനായിട്ട് എക്സ് ആക്സിസിന് സമാനമായിട്ട് സ്ട്രേറ്റ് ലൈനായിട്ടാണ് ICC പോകുന്നതെങ്കിൽ അതിനർത്ഥം എക്സ് എന്ന് പറയുന്നത് സുപ്പീരിയർ ഗുഡും വൈ എന്ന് പറയുന്നത് നെസസറി ഗുഡുമാണ് എന്നാണ്. ഇനി നേരെ ഓപ്പോസിറ്റ് ആയിട്ടാണ് ബി എന്ന് പറയുന്ന പാർട്ട് കാണിക്കുന്നത്. OR വരെ എന്താണ് ഇൻക്രീസിങ് പോർഷനാണ് കാണിക്കുന്നത്. പക്ഷേ പിന്നീട് അങ്ങോട്ട് വെർട്ടിക്കൽ ആക്സിസിന് പാരലലായിട്ട് ഒരു സ്ട്രേറ്റ് ലൈനാണ് ICCയുടെ പാർട്ട് വരുന്നത്. അതിനർത്ഥം എക്സ് എന്ന് പറയുന്നത് സുപ്പീരിയറും വൈ എന്ന് പറയുന്നത് നോർമൽ ഗുഡുമാണ് എന്നുള്ളതാണ്. ഇനി ഇവിടെ കാണിക്കുന്നത് എന്താണ്? ഇതുപോലെ തന്നെ OR വരെ ഇൻക്രീസിങ് പോർഷനാണ് കാണിക്കുന്നത്. അതുവരെ നോർമൽ ഗുഡാണ് രണ്ടും. പിന്നീട് അങ്ങോട്ട് എന്താണ് ചെയ്യുന്നത്? വൈ എന്ന് പറയുന്ന കമ്മോഡിറ്റിയുടെ അളവ് കുറഞ്ഞു വരികയാണ് ചെയ്യുന്നത് അല്ലേ. എക്സിൻ്റെ അളവ് കൂടുന്നു, പക്ഷെ ഇവിടെ സ്ട്രൈറ്റ് ലൈൻ ആയിരുന്നു, ഇത് സ്ട്രൈറ്റ് ലൈൻ അല്ല, ഇതെന്താണ് താഴേക്കാണ് വരുന്നത്, കുറഞ്ഞു വരികയാണ്. വൈ ഇവിടെ നമ്മൾ കൊടുത്തിട്ടുള്ള വൈ നോർമലും എക്സ് ഇൻഫീരിയറുമാണ് എന്നുള്ളതാണ്. പക്ഷെ ഇത് തിരിച്ചാണ്, വൈ എന്താണ് ഇൻഫീരിയർ ഗുഡും എക്സ് എന്ന് പറയുന്നത് നോർമൽ ഗുഡും. കാരണം ഇത് എക്സ് ആക്സിസിനോട് അടുത്ത് വരികയാണ് ചെയ്യുന്നത്, താഴേക്കാണ് വരുന്നത്. വൈയുടെ അളവിലാണ് ഇവിടെ കുറവ് സംഭവിക്കുന്നത്. ഇനി ഈ ഒരു ലാസ്റ്റ് ഡി എന്ന് പറയുന്ന പാർട്ട് OR വരെ നോർമലാണ്. പിന്നീട് എന്താണ് സംഭവിക്കുന്നത്? ഇവിടെ ബാക്ക്വേർഡ് വെൻഡിങ് ആണ് കാണിക്കുന്നത്. കാരണം എക്സ് എന്ന് പറയുന്ന കമ്മോഡിറ്റി ഇൻഫീരിയർ ആണ് എന്നാണ് കാണിക്കുന്നത്. ഇവിടെ വൈ എന്ന് പറയുന്ന കമ്മോഡിറ്റിയാണ് ഇൻഫീരിയർ, ഇവിടെ എക്സ് എന്ന് പറയുന്ന കമ്മോഡിറ്റിയുടെ അളവ് കുറഞ്ഞു വരികയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇൻകം കൂടുന്തോറും എക്സ് എന്ന് പറയുന്ന കമ്മോഡിറ്റിയുടെ അളവ് ഇവിടെ കുറയുന്നു. ഒരു ബാക്ക്വേർഡ് ബെൻഡിങ് ആണ് ഇവിടെ കാണിക്കുന്നത്. അതിനർത്ഥം എക്സ് എന്ന് പറയുന്ന കമ്മോഡിറ്റി ഇവിടെ ഇൻഫീരിയറും വൈ എന്ന് പറയുന്ന കമ്മോഡിറ്റി നോർമലും ആണ് എന്നുള്ളതാണ്. ഈ ഒരു ഫിഗറും കൂടി ഒന്ന് ഓർത്ത് വെക്കണം. നെക്സ്റ്റ് വൺ ഈസ് angel curve. What is angel curve? Angel curve relating to the quantity of a good consumed to income. അതായത് ഇൻകം കൺസ്യൂം ചെയ്യും തോറും എത്രത്തോളം ക്വാണ്ടിറ്റി ഫുഡിന് വേണ്ടിയിട്ട് ചിലവഴിക്കുന്നു എന്നുള്ളതാണ്. ഇൻകം കൺസംഷൻ കർവ്സ് ക്യാൻ ബി യൂസ്ഡ് ടു കൺസ്ട്രക്ട് ഏഞ്ചൽ കർവ്. ഏഞ്ചൽ കർവ് കൺസ്ട്രക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് വേണമെങ്കിൽ ICCയും നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഫിഗർ ഷോസ് ഹൗ സച്ച് കർവ്സ് ആർ കൺസ്ട്രക്റ്റഡ് ഫോർ ടു ഡിഫറെൻറ്റ് ഗുഡ്സിൻ്റെ കാര്യത്തിൽ, അതായത് നമ്മുടെ ഇൻഫീരിയർ ഗുഡിൻ്റെ കാര്യത്തിലും നോർമൽ ഗുഡിൻ്റെ കാര്യത്തിലും എങ്ങനെയാണ് ഏഞ്ചൽ കർവ് കൺസ്ട്രക്ട് ചെയ്യുന്നത് എന്നുള്ളത് നമ്മൾ കാണിക്കും. ദ അപ്വേർഡ് സ്ലോപ്പിംഗ് ഏഞ്ചൽ കർവ് ഇൻ ഫിഗർ അപ്ലൈസ് ടു ഓൾ നോർമൽ ഗുഡ്സ്. നമ്മൾ ICC എങ്ങനെയാണോ അതുപോലെ തന്നെയാണ് ഏഞ്ചൽ കർവും പോകുന്നത്. അപ്വേർഡ് സ്ലോപ്പിംഗ് ആണ് എന്നുണ്ടെങ്കിൽ അതിനെ എന്താണ് നോർമൽ ഗുഡായിട്ടും. ആസ് എ ഇൻഡിവിജ്വൽ ഇൻകം ഇൻക്രീസസ് ഹെർ കൺസംഷൻ ഓഫ് ഫുഡ് ഇൻക്രീസസ്. അതായത് ഇൻകം കൂടുന്തോറും കൺസംഷൻ ഓഫ് ഫുഡ് ഇൻക്രീസ് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ അതിനെയാണ് നോർമൽ ഗുഡ് എന്ന് പറയുന്നത്. അപ്പം അത്തരം സാഹചര്യങ്ങളിൽ അപ്വേർഡ് സ്ലോപ്പിംഗ് ആയിരിക്കും കർവ്. അത്തരം കർവ് നോർമൽ ഗുഡിനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഫിഗർ ഷോസ് ദ ഏഞ്ചൽ കർവ് ഫോർ ഹാംബർഗർ കൺസംഷൻ ഇൻക്രീസസ് ആസ് ഇൻകം ഇൻക്രീസസ് ഫർദർ കൺസംഷൻ ഫാൾസ്. പിന്നെ ഒരു ഘട്ടം വരെ എന്ത് ചെയ്യും? ഹാംബർഗറിൻ്റെ കൺസംഷൻ കൂടും. ഇൻകം കൂടുന്തോറും ഹാംബർഗറിൻ്റെ കൺസംഷൻ കൂടുന്നു. പിന്നെ ഇൻകം കൂടുന്തോറും ഹാംബർഗറിൻ്റെ കൺസംഷൻ കുറയാണ് ചെയ്യുന്നത്. കാരണം ഏഞ്ചൽ ലോ പ്രകാരം അങ്ങനെയാണല്ലോ, ആദ്യം ഇൻകം കൂടുന്തോറും ഫുഡിന് ചിലവഴിക്കുന്ന അളവ് കൂടുന്നു, പക്ഷെ പിന്നീട് അങ്ങോട്ട് ഇൻകം കൂടുന്തോറും ഫുഡിന് വേണ്ടി ചിലവഴിക്കുന്നതിൻ്റെ അളവ് കുറയാണ് ചെയ്യുന്നത്. ആ ഒരു ഫിഗറാണ് ഇവിടെ കാണിക്കുന്നത്. The portion of the angel curve that slopes downward is the income range within which hamburger is an inferior good. അതായത് ഫസ്റ്റ് ഏഞ്ചൽ കർവ് എന്ന് പറയുന്ന ഈ ഒരു പോർഷൻ വരെ അപ്വേർഡ് സ്ലോപ്പിംഗ് വരെ ഹാംബർഗർ എന്ന് പറയുന്നത് ഒരു നോർമൽ ഗുഡായിരുന്നു. പിന്നീട് അങ്ങോട്ട് ഹാംബർഗറിൻ്റെ സ്ലോപ്പ് അല്ലെങ്കിൽ കർവ് ബാക്ക്വേർഡ് ബെൻഡിങ് ആയിട്ടാണ് വരുന്നത്. കാരണം അത് പിന്നീട് എന്തായിട്ട് മാറുകയാണ്? ഒരു ഇൻഫീരിയർ ഗുഡായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലെ തന്നെയാണ് നമ്മുടെ ICC പറഞ്ഞ പോലെ തന്നെയാണ് എന്തും കാണിക്കുന്നത്, ഏഞ്ചൽ കർവും കാണിക്കുന്നത്. എന്താണ്? നോർമൽ ഗുഡിൻ്റെ കാര്യത്തിൽ പോസിറ്റീവ് സ്ലോപ്പിംഗ് ആണ് അല്ലെങ്കിൽ അപ്വേർഡ് സ്ലോപ്പിംഗ് ആണ്. ഇൻകം കൂടുന്തോറും കൺസംഷൻ ഫുഡിന് വേണ്ടിയിട്ട് ചിലവഴിക്കുന്നതിൻ്റെ കൺസംഷനും കൂടുന്നു, അതാണ് നോർമൽ ഗുഡ്. ദെൻ ഇൻകം കൂടുന്തോറും കൺസംഷന് ചിലവഴിക്കുന്ന അല്ലെങ്കിൽ ഫുഡിന് ചിലവഴിക്കുന്ന
ഇൻകത്തിൻ്റെ തോത് കുറയുന്നു. അപ്പോൾ എന്താവും? ബാക്ക്വേർഡ് ബെൻഡിങ് ആയിട്ടുള്ളൊരു ഏഞ്ചൽ കർവ് പ്രത്യക്ഷപ്പെടും. അതാണ് ഈ ബാക്ക്വേർഡ് ബെൻഡിങ് കാണിക്കുന്നത്. ബാക്ക്വേർഡ് ബെൻഡിങ് ഏഞ്ചൽ കർവ് ഇൻഫീരിയർ ഗുഡിൻ്റെ കാര്യത്തിലും അപ്വേർഡ് സ്ലോപ്പിംഗ് ഏഞ്ചൽ കർവ് നോർമൽ ഗുഡിൻ്റെ കാര്യത്തിലും കാണിക്കുന്നു. ICS എങ്ങനെയാണോ അതുപോലെ തന്നെയാണ് ഏതും ഏഞ്ചൽ കർവും. ഇവിടെ വ്യത്യസ്ത തരം ഗുഡ്സിൻ്റെ ഏഞ്ചൽ കർവ് കൊടുത്തിട്ടുണ്ട്. ഇതെന്താണ്? എക്സ് ആക്സിസിൽ നിന്ന് നോക്കുമ്പോൾ ഇതൊരു കോൺകേവ് ഷേപ്പാണ് അല്ലേ EC എന്ന് പറയുന്നത്, ഏഞ്ചൽ കർവ് എന്ന് പറയുന്നത്. ഇതിനർത്ഥം എക്സ് ഈസ് എസെൻഷ്യൽ ഗുഡ് എന്നുള്ളതാണ്. കാരണം കൺസംഷൻ ഗ്രോസ് സ്ലോവർ ദാൻ ദി ഡിസ്പോസബിൾ ഇൻകം. നമ്മുടെ കൺസംഷൻ എസെൻഷ്യൽ ഗുഡിന് വേണ്ടിയിട്ട് അല്ലേ, നമ്മുടെ നെസസിറ്റീസിന് വേണ്ടിയിട്ട്, നെസസറി ഗുഡ്സിന് വേണ്ടിയിട്ട് എന്താണ്, നമ്മുടെ ഇൻകം കൂടുന്തോറും നമ്മൾ കുറഞ്ഞ പോർഷൻ മാത്രമേ ചിലവഴിക്കുള്ളൂ. കാരണം ഒരു ഘട്ടം എത്തിയാൽ നെസസറി ഗുഡ്സ് അധികം വാങ്ങിക്കില്ല. എപ്പോഴും നെസസറി ഗുഡ്സിൻ്റെ അളവ് എന്ന് പറയുന്നത് തുല്യമായിരിക്കും. അതുകൊണ്ട് ഡിസ്പോസബിൾ ഇൻകം കൂടുന്തോറും നമ്മൾ കൺസംഷന് വേണ്ടിയിട്ട്, അത്തരം എസെൻഷ്യൽ ഗുഡ്സിൻ്റെ കൺസംഷന് വേണ്ടിയിട്ട് ചിലവഴിക്കുന്നതിൻ്റെ അളവ് കുറവായിരിക്കും. അതുകൊണ്ടാണ് ഇങ്ങനെ എക്സ് ആക്സിസിൽ നിന്ന് നോക്കുമ്പോൾ എന്താണ് ഒരു കോൺകേവ് ഷേപ്പായിട്ടുള്ളൊരു ഏഞ്ചൽ കർവ് പ്രത്യക്ഷപ്പെടുന്നത്. വളരെ ചെറിയ ചെറിയ മാറ്റമാണ് ഇവിടെ ഉണ്ടാവുന്നത്, ഇതിൽ സംഭവിക്കുന്നത്, ഏഞ്ചൽ കർവിൽ സംഭവിക്കുന്നത്. ഇനി ഇത്തരത്തിൽ നമ്മുടെ എക്സ് ആക്സിസിൽ നിന്ന് നോക്കുമ്പോൾ കോൺവെക്സ് ഷേപ്പും വൈ ആക്സിസിൽ നിന്ന് നോക്കുമ്പോൾ എന്താണ്, ഒരു കോൺകേവ് ഷേപ്പുമാണ് ഏഞ്ചൽ കർവിനുള്ളതെങ്കിൽ അതിനർത്ഥം എക്സ് എന്ന് പറയുന്ന കമ്മോഡിറ്റി ലക്ഷറി ഗുഡാണ് എന്നുള്ളതാണ്. കാരണം കൺസംഷൻ ഗ്രോസ് ഫാസ്റ്റർ ദ ഡിസ്പോസബിൾ ഇൻകം ഇൻക്രീസസ്. ഡിസ്പോസബിൾ ഇൻകം ഫാസ്റ്ററായിട്ട് ഗ്രോ ചെയ്യുന്തോറും, അതായത് ഡിസ്പോസബിൾ ഇൻകം കൂടുന്തോറും കൺസംഷന് വേണ്ടി ചിലവഴിക്കുന്നതിൻ്റെ അളവ് കൂടും. അത് ഏത് കാര്യത്തിലാണ്? ലക്ഷറിയുടെ കാര്യത്തിലാണ്. നമ്മുടെ ഇൻകം കൂടുന്തോറും നമ്മൾ കൂടുതലായിട്ട് ചിലവഴിക്കുക എസെൻഷ്യൽ ഗുഡിനേക്കാളും ലക്ഷറി ഐറ്റംസിന് വേണ്ടിയായിരിക്കും. അതുകൊണ്ടാണ് ഏഞ്ചൽ കർവ് ഇത്തരത്തിലുള്ള ഒരു ഷേപ്പ് വരാൻ കാരണം. ഇനി എക്സ് ഇൻഫീരിയർ ആകുമ്പോൾ ഏഞ്ചൽ കർവ് എന്തായിരിക്കും? ഡൗൺവേർഡ് സ്ലോപ്പിംഗ് ആയിട്ടായിരിക്കും. കാരണം കൺസംഷൻ ഡിക്രീസസ് വൈൽ ഡിസ്പോസബിൾ ഇൻകം റൈസസ്. ഓപ്പോസിറ്റ് റിലേഷൻ ആണ് അല്ലേ. ഇൻകം കൂടുന്തോറും കൺസംഷന് കുറയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് എക്സ് എന്ന് പറയുന്ന ഇത്തരത്തിലുള്ള ഒരു കമ്മോഡിറ്റിയുടെ കാര്യത്തിൽ എക്സ് എന്ന് പറയുന്ന ഗുഡ് ഇൻഫീരിയർ ആണെങ്കിൽ ഏഞ്ചൽ കർവ് എന്തായിരിക്കും? ഒറിജിനിൽ നിന്ന് നോക്കുമ്പോൾ നമ്മുടെ കോൺവെക്സ് ഷേപ്പ് കാണിക്കുന്ന ഒരു ഏഞ്ചൽ കർവ് ആയിരിക്കും. ഡൗൺവേർഡ് സ്ലോപ്പിംഗ് ആയിരിക്കും എക്സ് എന്ന് പറയുന്ന ഗുഡ് ഇൻഫീരിയർ ആണെങ്കിൽ. ഇതാണ് ഏഞ്ചൽ കർവ് എന്ന് പറയുന്നത്. ഇത്തരം കാര്യങ്ങളാണ്, ഇത്തരം ഗ്രാഫാണ് മെയിനായിട്ടും ഐഡൻറ്റിഫൈ ചെയ്യാൻ ഉള്ളത്. Thank you for watching.